കർത്താവിൽ പ്രിയ സഹോദരങ്ങളെ, സഹപ്രവർത്തകരെ, കർത്താവിൻ്റെ വേലയിലെ കൂട്ട് സഹോദരങ്ങളെ, ഒരു കാര്യം ശരിയല്ല എന്ന് പറയാൻ എളുപ്പമാണ്. എന്നാൽ ശരി എന്തുവാ അങ്ങ് പറയരുതോ എന്ന് ചോദിച്ചാൽ അത് അത്രത്തോളം എളുപ്പമല്ല. പണ്ട് കപ്പിയാർ പറഞ്ഞ കാര്യം അറിയാമല്ലേ, അച്ഛൻ അല്പം മദ്യം കഴിച്ചത് കൂടി പോയി, അതുകൊണ്ട് അദ്ദേഹം കുർബാന ചൊല്ലി വന്നപ്പോൾ തെറ്റി. അപ്പോഴേ കപ്പിയാർ പറഞ്ഞു, അച്ചോ തെറ്റുന്നു എന്ന് പറഞ്ഞു. ഉടനെ പറഞ്ഞു, എന്നാ എടാ മത്തായി നീ അങ്ങ് ചൊല്ല് എന്ന് പറഞ്ഞപ്പോൾ മത്തായി പറഞ്ഞു, അച്ചോ തെറ്റിച്ചാൽ പറയാൻ എനിക്കറിയാം, പക്ഷേ ചൊല്ലാൻ അറിയത്തില്ല എന്നാണ്. അപ്പോഴേ തെറ്റിച്ചാൽ പറയാൻ നമുക്ക് എളുപ്പമാണ് അല്ലേ, എന്നാൽ അങ്ങ് ചൊല്ല് എന്ന് പറയുമ്പോൾ അത് കുറച്ചുകൂടെ ദുഷ്കരമായ ഒരു കാര്യമാണ്. സഹോദരങ്ങൾ എന്നോട് പല പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്, നിങ്ങൾ തെറ്റാന്ന് പറയുന്നു, എന്നാൽ ശരി അങ്ങ് പറ അല്ലേ. അത് ന്യായമായ ഒരു ചോദ്യമാണ്. എന്നാൽ ഒരു കാര്യം തെറ്റാണ് എന്ന് പറയുന്നതിനേക്കാളും ഒക്കെ ബുദ്ധിമുട്ടേറിയ കാര്യമാണ് തെറ്റ് തിരുത്തി ശരിയായ ഒരു ക്രമീകരണം എന്താണ് എന്ന് പറയുന്നത്. അത് ദുഷ്കരമാണ്. മാർട്ടിൻ ലൂതർ തൻ്റെ അല്ലെങ്കിൽ പിന്നീട് റിഫർമേഷൻ എന്നറിയപ്പെട്ട സംഭവത്തിന് കാരണമായിട്ടുള്ളത് 95 തീസിസ് എന്ന് പറയുന്ന ആ ലേഖനമാണ്. 95 ചോദ്യങ്ങൾ അദ്ദേഹം സിസ്റ്റൈൻ ചാപ്പലിൽ അല്ലേ അതിൻ്റെ വാതിലിൽ എഴുതി പതിപ്പിച്ചു. അതാണ് പിന്നീട് റിഫർമേഷനായിട്ട് രൂപപ്പെട്ടത്. അപ്പം ഞാൻ ഇന്ന് 95 തീസിസ് ഇല്ല, എനിക്ക് 22 തീസിസാണ് പറയാനായിട്ട് ഉള്ളത്. ഈ പറയുന്ന ഓരോ തീസിസും അല്ലെങ്കിൽ ഓരോ നിരീക്ഷണങ്ങളും ഓരോ മണിക്കൂർ നേരം വിശദീകരിച്ച് പറയാനായിട്ട് ആവശ്യമായ പ്രസ്താവനകൾ തന്നെയാണ്. അപ്പോൾ നമുക്കൊരു 22 മണിക്കൂർ കിട്ടുകയാണ് എങ്കിൽ ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ എനിക്ക് തൃപ്തികരമായ രീതിയിൽ എനിക്ക് പറയാനായിട്ട് സാധിക്കും. എന്നാൽ അതിനുള്ള ക്ഷമ നിങ്ങൾക്കുമില്ല, അതിനുള്ള കരുത്ത് എനിക്കുമില്ല എന്നുള്ളത് കൊണ്ട് ചോദ്യങ്ങൾ അവശേഷിക്കും എന്നത് നിശ്ചയമായ കാര്യമാണ്. ഞാൻ ആദ്യമേ സഹോദരങ്ങളോട് നിരീക്ഷണങ്ങൾ ഒക്കെ പറയുന്നതിന് മുന്നമേ പറയാൻ ആഗ്രഹിക്കുന്നൊരു കാര്യം, അപ്പോൾ നിരീക്ഷണങ്ങൾ 22, പിന്നെ നിരീക്ഷണങ്ങൾ വെളിയിൽ ആദ്യമേ പറയുന്ന കാര്യം, എല്ലാം കൂടെ ആകുമ്പോൾ ഒരുപാട് കാര്യങ്ങളാകും. ഞാൻ പറയാം, നമ്മളുടെ ഘടന, നമ്മുടെ പ്രവർത്തന ശൈലി ഏത് നിലയിൽ ക്രമപ്പെടുത്തിയാലും നമ്മൾ ഭക്തന്മാരല്ലെങ്കിൽ ആ പരിപാടി വിജയിക്കുകയില്ല. ദൈവഭയവും ദൈവവചനത്തോടുള്ള വിധേയത്വവും ദൈവഭക്തിയും നമുക്കില്ല എങ്കിൽ എന്ത് സംവിധാനം ഉണ്ടാക്കിയാലും അത് വിജയിക്കില്ല. ദൈവിക പ്രവർത്തനങ്ങൾ വിജയിക്കുന്നത് ദൈവമക്കൾ ദൈവഹിതപ്രകാരം ദൈവത്തോട് പ്രതികരിക്കുവാൻ തീരുമാനിക്കുമ്പോഴാണ്. അല്ലാതെ ബാഹ്യമായ സംവിധാനങ്ങൾ ഉണ്ടാക്കി പ്രസ്ഥാനം പണിയാനായിട്ട് ദൈവത്തിൻ്റെ പരിപാടി നടപ്പിൽ വരുത്താനായിട്ട് സാധിക്കുകയില്ല. വളരെ ശക്തമായ സംവിധാനങ്ങൾ ലോകത്തിലുണ്ട് കേട്ടോ. നല്ല ഇരുമ്പ് കഥകുകൾ അല്ലെങ്കിൽ സംവിധാനങ്ങൾ എന്ന് പറയുന്ന പോലുള്ള സംവിധാനങ്ങൾ റോമൻ കത്തോലിക്ക സഭ ആ നിലയിലുള്ള സംവിധാനമാണ്. അതൊന്നും എത്ര വലിയ കൊടുങ്കാറ്റ് വന്നാലും ചലിക്കില്ല. അതൊന്നും അത്രയ്ക്കും ഉറപ്പുള്ള നിലയിൽ ചരിത്രത്തിൻ്റെ പിൻബലത്തോടുകൂടെ കാലങ്ങളുടെ ആ തഴക്കത്തിൽ അവരെ ക്രമീകരിച്ച കാര്യം. അതുകൊണ്ടൊരു നല്ല സംവിധാനമുണ്ട്, അതാണ് ഞങ്ങളുടെ വിജയം എന്ന് പറയുന്നതിൽ കാര്യമില്ല. ആ സംവിധാനം ദൈവവചനപ്രകാരം അല്ലെങ്കിൽ ദൈവവചനപ്രകാരം
ആ സംവിധാനങ്ങളെ നമ്മൾ സ്വീകരിക്കുകയും അതിനെ പ്രയോഗത്തിൽ വരുത്തുകയും ചെയ്യുന്നില്ല എങ്കിൽ അതുകൊണ്ട് പ്രയോജനമില്ല. അപ്പോൾ ഞാൻ അതാണ് ഒരു മുഖവുരയായിട്ട് പറയാൻ ആഗ്രഹിക്കുന്നത്. നിങ്ങളുടെ സഭ നന്നാകണോ? നന്നാകണമെങ്കിൽ നിങ്ങൾ നന്നാകണം. നമ്മുടെ സഭകൾ അനുഗ്രഹിക്കപ്പെടണമോ? നമ്മളൊക്കെ ദൈവഹിത പ്രകാരം ദൈവസന്നിധിയിൽ വിനയപ്പെടണം, മാനസാന്തരപ്പെടണം. അല്ലാതെ നമ്മൾ ആരും എന്ത് സംവിധാനം നിങ്ങൾ ഉണ്ടാക്കിക്കോളൂ, മനുഷ്യർ ഗുണപ്പെടാതെ, മൂപ്പന്മാർ നന്നാകാതെ, മിഷണറിമാർ നന്നാകാതെ ദൈവത്തിൻ്റെ പരിപാടി അനുസരിച്ച് നമുക്ക് മുൻപോട്ട് പോകാനായിട്ട് സാധിക്കുകയില്ല. അപ്പോൾ അതാണ് ഞാൻ മുഖവുരയായിട്ട് ഒരു മുന്നറിയിപ്പായിട്ട് പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്. നമ്മളെ വിജയം എന്താ? നമ്മളെ വിജയം നാം ദൈവത്തെ അറിയുന്നു, ദൈവം പറയുന്നത് കേൾക്കാൻ നമുക്ക് മനസ്സുണ്ട്, ദൈവം തരുന്ന ശുശ്രൂഷകൾ വളരെ വിനയത്തോടുകൂടെ സ്വീകരിച്ച് ദൈവത്തെ ഭയപ്പെട്ട് ജീവിക്കുവാൻ നമുക്ക് മനസ്സാണ് എന്നതാണ് നമ്മുടെ പ്രത്യേകത. അതിൽ കുറഞ്ഞതൊന്നുകൊണ്ടും നമുക്ക് രക്ഷപ്പെടാനായിട്ട് സാധിക്കില്ല. അതിൽ കുറഞ്ഞതൊന്നുകൊണ്ടും ദൈവസഭകളെ ദൈവഹിത പ്രകാരം നയിക്കാനായിട്ട് നമുക്ക് സാധിക്കില്ല. ശരി, ഞാൻ ചില നിരീക്ഷണങ്ങൾ നിങ്ങളോട് പറയാം. ഈ നിരീക്ഷണങ്ങൾ ഈ വിഷയത്തിലെ അവസാന വാക്കൊന്നുമല്ല കേട്ടോ. നിങ്ങൾക്ക് ഈ നിരീക്ഷണങ്ങളെ വിമർശിക്കുന്നതിനും അത് യഥാർത്ഥത്തിൽ ദൈവവചന പ്രകാരം തന്നെയാണോ എന്ന് പരിശോധിക്കുന്നതിനും, അങ്ങനെയാണ് എന്ന് നിങ്ങൾക്ക് ബോധ്യം വന്നാൽ സ്വീകരിക്കുന്നതിനും ഉള്ള അവസരമാണ് ഞാൻ നിങ്ങളുടെ മുൻപിൽ അവതരിപ്പിക്കുന്നത്. ഈ പറഞ്ഞ കാര്യങ്ങൾ ഞാൻ വളരെ കാലത്തെ എൻ്റെ ചിന്തയുടെയും പ്രാർത്ഥനയുടെയും പഠനത്തിൻ്റെയും ഫലമായിട്ട് എനിക്ക് കാണാൻ സാധിച്ച കാര്യങ്ങളാണ്. ഇത് ഞാൻ ജോയി സാറുമായിട്ട് പങ്കുവച്ചിട്ടുണ്ട്. ഇത് പറഞ്ഞപ്പോൾ അദ്ദേഹത്തിന് ചില ഇൻപുട്ടും ഇതിനകത്തുണ്ട് എന്നുള്ളത് ശരിയാണ്. അദ്ദേഹത്തിനത് സന്തോഷമായിട്ട് തോന്നി. അത് ഞാൻ നിങ്ങളുടെ മുൻപിൽ അവതരിപ്പിക്കുകയാണ്. അത് നിങ്ങൾക്ക് എത്രത്തോളം സന്തോഷമാകും എന്ന് നിങ്ങൾ അതിനെക്കുറിച്ച് വളരെ വിമർശന ബുദ്ധിയാണ്. അപ്പോസ്തലപ്രവൃത്തികൾ 15-ാമത്തെ അധ്യായത്തിൽ ബെരോവയിലുള്ള ദൈവമക്കളെക്കുറിച്ച് പറയുന്നത് പോലെ അവർ വചനം കേട്ടത് മാത്രമല്ല അതങ്ങനെ തന്നെയോ എന്ന് തിരുവെഴുത്തുകളെ പരിശോധിച്ചു. നമ്മൾ ആരും തെറ്റിക്കൂടാത്ത ആൾക്കാരല്ല കേട്ടോ. ആരെങ്കിലും ചില പ്രഖ്യാപനങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ അത് നമ്മൾ സ്വീകരിച്ചോണമെന്ന് പറയുന്നത് ക്രിസ്തീയ വിശ്വാസത്തിന് ചേരുന്ന പ്രസ്താവനയല്ല. നമ്മളുടെ അടിസ്ഥാനം ദൈവത്തിൻ്റെ വചനമാണ്. ആ വചനത്തെ വ്യാഖ്യാനിക്കുമ്പോൾ തെറ്റുകൾ വരാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് നമ്മൾ ഒരുമിച്ച് ചേർന്ന് ഒരാൾക്ക് കാണാൻ കഴിയാത്ത കാര്യം മറ്റൊരാൾക്ക് കാണാൻ കഴിയും. അപ്പോൾ ആ നിലയിൽ കാര്യങ്ങളെ വിമർശിക്കണം എന്നതാണ് ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത്. ഒരു ദൈവദാസൻ പറഞ്ഞ പ്രസ്താവന ഞാൻ ഏറ്റുപറയുന്നു. അദ്ദേഹം പറഞ്ഞു, തിയോളജി ഈസ് ഓൾവേസ് എ കമ്മ്യൂണിറ്റി പ്രോജക്റ്റ്. വേദശാസ്ത്രം എന്ന് പറയുന്നത് വ്യക്തിപരമല്ല. വേദശാസ്ത്രം എന്ന് പറയുന്നത് ഒരു സാമൂഹിക ക്രമീകരണമാണെന്ന് പറഞ്ഞാൽ നമ്മളൊരു കാര്യം പറയുന്നു, ഉടനെ ദൈവമക്കളെ അങ്ങനത് പറ്റില്ല എന്ന് പറയുന്നു. അപ്പോൾ നമ്മൾ പറഞ്ഞതിനെ നമ്മൾ പരിഷ്കരിക്കുന്നു. അപ്പോൾ അങ്ങനെ വിമർശനത്തിൻ്റെയും പരിഷ്കരണത്തിൻ്റെയും ഒക്കെ അടിസ്ഥാനത്തിലാണ് ഉപദേശങ്ങൾ സ്ഥാപിക്കപ്പെടുന്നത്. അല്ലാതെ ഏകപക്ഷീയമായിട്ട് വെളിപ്പാടുകൾ നമുക്ക് ലഭിച്ചു, അത് നിങ്ങളോട് പറയുന്നു കേട്ടോണം, തിരുവായിക്ക് എതിർവായില്ല, നമുക്ക് മാർപ്പാപ്പ ഇല്ല, നമുക്ക് തെറ്റിക്കൂടാത്ത ഉപദേഷ്ടാക്കന്മാരില്ല, നമുക്ക് തെറ്റിക്കൂടാത്ത ദൈവത്തിൻ്റെ വചനം മാത്രമേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് ആ ഒരു പശ്ചാത്തലത്തിലാണ് ഞാൻ നിങ്ങളോട് ഈ കാര്യങ്ങൾ പറയുന്നത്. ഒന്നാമത്തെ നിരീക്ഷണമായിട്ട് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് വചനവിരുദ്ധമായ ഘടനകളും ക്രമീകരണങ്ങളും നമുക്ക് സ്വീകാര്യമല്ല എന്ന കാര്യമാണ്. അത് നിങ്ങൾ എന്നോട് യോജിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു. ദൈവത്തിൻ്റെ വചനത്തിന് ചേരാത്ത ഘടനയും അങ്ങനെയുള്ള ക്രമീകരണങ്ങളും വിജയകരമാണ് എന്നുള്ളതിൻ്റെ പേരിൽ സ്വീകരിക്കാൻ സാധിക്കില്ല. വചനവിരുദ്ധമായ ഘടനകളും ക്രമീകരണങ്ങളും ചില സഹോദരന്മാർ എന്നോട് പറഞ്ഞിട്ടുണ്ട്,
എന്തു പറഞ്ഞാലും ശരി, നമ്മളെ സഹോദരന്മാർ പറയുന്നതിനൊരു ക്രമവും ഒരു അച്ചടക്കവും ഒക്കെ ഉണ്ട്. അത് നമുക്കന്ന് കൺഫ്യൂഷനാണ്, മറ്റവർക്ക് അതിങ്ങനെ കൺഫ്യൂഷനൊന്നുമില്ല. അവർ നല്ല തറപ്പിച്ചൊക്കെ കാര്യങ്ങൾ പറയുന്നുണ്ട്. അപ്പോൾ അതൊരു നമുക്കൊരു ബഹുമാനം തോന്നുന്ന കാര്യമായിട്ട് ചില സഹോദരങ്ങൾ പറയും, ഞാൻ സമ്മതിക്കില്ല കേട്ടോ. ഇതിനേക്കാളും എത്രയോ ക്രമീകൃതവും വളരെ പ്രയോജനകരവുമായിരിക്കുന്ന സംവിധാനമാണ് റോമൻ കത്തോലിക്ക സംവിധാനം. അവരുടെ മുൻപിൽ മുട്ടുമടക്കണം. സംവിധാനങ്ങളും ക്രമീകരണങ്ങളും വിജയകരമായി നടത്തുന്നതിന് അതാണ് സത്യത്തിൻ്റെ അടിസ്ഥാനമെങ്കിൽ നമ്മളൊക്കെ തൊഴുകൈകളോടുകൂടെ റോമൻ കത്തോലിക്ക സംവിധാനത്തിന് മുൻപിൽ നിൽക്കണം. കാരണം അത് വിജയകരമായ കാര്യമാണ്. 100 കോടി ആൾക്കാരെ ചൂണ്ടുവിരലിൻ്റെ ചലനത്തിൽ നിയന്ത്രിക്കുന്ന ഒരു സംവിധാനം എന്ന് പറഞ്ഞാൽ ചെറിയ പരിപാടിയാണ്. ഞങ്ങളുടെ ഒരു സഹോദരൻ പറഞ്ഞു, അവർ അവിടെ നോർത്ത് ഇന്ത്യയിലാണ്, കത്തോലിക്കരുടെ അനുകമ്പവും കരുണയും കൊണ്ടാണ് അവർക്ക് മീറ്റിങ്ങുകളൊക്കെ നടത്താൻ സാധിക്കുന്നത്. എന്നാലും അവർ പറഞ്ഞു, അവരുടെ ആ ഒരു ധാർഷ്ട്യം എന്ന് പറയുന്നത് ഒരു അസഹനീയമായ ധാർഷ്ട്യമാണ്. അവരോട് ഇടപെടുമ്പോൾ ദേ ലുക്ക് ഡൗൺ ഓൺ യു. നമ്മൾ ആ ഒരു ധാർഷ്ട്യം അവർ മനഃപൂർവ്വമായിട്ടല്ലായിരിക്കാം, എന്നാൽ അവരുടെ ആ സംവിധാനത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു കാര്യമാണ്. അവർക്കൊരു ധാർഷ്ട്യം, അച്ഛന്മാരോട് നിങ്ങളോട് ഓട്ടം അറിയാം അല്ലേ, ഒരു പ്രത്യേക ധാർഷ്ട്യമാണ് അതിലുള്ളത്. എന്നാൽ അവർ പറഞ്ഞു, അച്ഛന്മാരും അവരുടെ താഴെയുള്ള ആൾക്കാരും വെള്ളമുള്ള ആൾക്കാരും തമ്മിലൊക്കെ യാതൊരു സൗഹൃദ ബന്ധവുമല്ല. പലയിടങ്ങളിലും, എല്ലായിടത്തും ഞാൻ പറയുന്നില്ല, പലയിടങ്ങളിലും അങ്ങനെയല്ല ബന്ധം. എന്നാൽ ഒരു വിരലനക്കാനായിട്ട് സാധിക്കില്ല. പണി മനസ്സിരിക്കും. അപ്പം അതുകൊണ്ട് വചനവിരുദ്ധമായ രീതിയിലുള്ള ഘടനയും ക്രമീകരണങ്ങളും നമുക്ക് സ്വീകാര്യമല്ല. അത് വിജയകരമാണ്. അത് അങ്ങനെ നടത്തിയാൽ കുറച്ചുകൂടെ എളുപ്പത്തിൽ കാര്യങ്ങൾ നടക്കുമെന്ന് പറഞ്ഞാൽ നമ്മൾ പറയും, അത് പറ്റില്ല, അത് നടക്കില്ല, അത് നമുക്ക് സ്വീകരിക്കാൻ പറ്റുകയില്ല. ഒരു ക്രമീകരണം സ്വീകാര്യമായിരിക്കുന്നത് അത് ദൈവവചനത്തിൻ്റെ പരിശോധനയിൽ അടിസ്ഥാനത്തിൽ ദൈവപ്രമാണങ്ങൾക്ക് ചേർന്നതാണ്, ദൈവവചനത്തിന് ചേർന്നതാണ് എന്നതാണ് ഒരു സംവിധാനത്തിൻ്റെ വിജയം, അല്ലെങ്കിൽ ആ സംവിധാനത്തിൻ്റെ സ്വീകാര്യത ആ നിലയിലാണ്. ദൈവവചനത്തിൻ്റെ പ്രമാണങ്ങൾക്ക് വിരുദ്ധമായ, ദൈവവചനത്തിൻ്റെ വെളിപ്പാടുകളോട് ചേരാത്ത ഒരു സംവിധാനവും നമ്മൾ സ്വീകരിക്കുകയില്ല. നാം ദൈവവചനത്തെ മാനിക്കുന്നവരാണ്, ദൈവവചനത്തിന് വിധേയപ്പെടുവാൻ തീരുമാനിച്ചിരിക്കുന്ന ആളുകളാണ്. നമ്മളുടെ പ്രസ്ഥാനങ്ങളൊക്കെ വിട്ടുപോകുന്നത് എന്തിനാ വിട്ടുപോകുന്നത്? കർത്താവിനെയും കർത്താവിൻ്റെ വചനത്തെയും അനുസരിക്കാൻ തന്നെയാണ്. യാതൊരു വിട്ടുവീഴ്ചയും ചെയ്യുവാൻ നമുക്ക് പാടില്ല. സൗകര്യങ്ങളും സാഹചര്യങ്ങളും ഒക്കെ നോക്കി നിന്നിരുന്നെങ്കിൽ പ്രസ്ഥാനങ്ങൾ, വലിയ പ്രസ്ഥാനങ്ങൾക്കൊക്കെ അവിടെയൊക്കെ നിൽക്കായിരുന്നു. അതൊക്കെ ദൈവത്തിൻ്റെ മഹാകാരുണ്യത്താൽ വിട്ടുകളയുവാനുള്ള ഭാഗ്യം നമുക്കുണ്ടായി. നമ്മളങ്ങനെ ആ നിലയിലുള്ളൊരു തീരുമാനമെടുത്തിയ ആളുകളാണ്. എന്നാൽ ഇന്നത്തെ വർത്തമാന കാലത്ത് സഹോദരങ്ങളെക്കുറിച്ച് പറയുമ്പോൾ എന്താ മുഖ്യമായ ചോദ്യം എന്താ, അല്ലെങ്കിൽ മുഖ്യമായിരിക്കുന്ന വിഷയം എന്താ? എൻ്റെ പൊന്ന് സഹോദര, സമാധാനമായിട്ടങ്ങ് പോയാൽ പോരെ, സമാധാനമായിട്ടങ്ങ് പോയാൽ പോരെ. പിള്ളേരെ കെട്ടിക്കണം, നമുക്ക് എന്തെങ്കിലുമൊക്കെ സൗകര്യമായിട്ടൊക്കെ ജീവിക്കണം, ഇതിനെല്ലാം തടസ്സമില്ലയോ? ഇതെന്തൊരു ബുദ്ധിമുട്ടാണ്. ആ ചോദ്യം പണ്ട് നമ്മുടെ ചില സ്നേഹിതന്മാർ നമ്മളോട് പറഞ്ഞാലേ, എൻ്റെ പൊന്ന് സഹോദരൻ, എന്തിനാണ് ഈ വേലയ്ക്കും ഈ പരിപാടിക്കും പോകുന്നത്? സമാധാനമായിട്ടങ്ങ് ജീവിച്ചാൽ പോലെ. പിള്ളേരെ കെട്ടിച്ചും കൊച്ചുമക്കളെ കണ്ടും പിന്നെ വീടുകൾ വെച്ചും ഒക്കെ അങ്ങ് സമാധാനമായി പോകാം. മാമോദിസ കഴിക്കാൻ സൗകര്യമുണ്ട്, കല്യാണം കഴിപ്പിച്ചു തരും, ചത്താ കുഴിച്ചിടും, കാശ് കൊടുക്കണമെന്നേ ഉള്ളൂ. ഇതൊക്കെ നടക്കുന്നൊരു ക്രമീകരണം ഉണ്ടായിരുന്നു. അതൊക്കെ നമ്മൾ വിട്ടതാണ്. അതിൻ്റെ കാര്യം കർത്താവിൻ്റെ ആത്മാവിനാൽ കർത്താവിനോടുള്ള സ്നേഹവും ദൈവവചനത്തോടുള്ള ബഹുമാനവും ദൈവം നമ്മളെ ഹൃദയങ്ങളിൽ തന്നു എന്നതാണ് അതിൻ്റെ കാരണം. അപ്പം അതുകൊണ്ട് വചനവിരുദ്ധമായിരിക്കുന്ന ഘടനകളും ക്രമീകരണങ്ങളും നമുക്ക് സ്വീകാര്യമല്ല. ആ നിലപാട് വളരെ പ്രധാനപ്പെട്ട നിലപാടാണ്. രണ്ടാമത്തെ പ്രസ്താവന, രണ്ടാമത്തെ എൻ്റെ തീസിസ്, പ്രവർത്തനങ്ങൾക്ക് ഘടന ആവശ്യമാണ് എങ്കിലും ഘടനയേക്കാളും അധികം പ്രാധാന്യം പ്രവർത്തനങ്ങൾക്കും പ്രവർത്തകർക്കുമാണ്. അത്
നിങ്ങൾ അല്പം ഡൈജസ്റ്റ് ചെയ്യേണ്ടതായിരിക്കുന്നൊരു പ്രസ്താവനയാണ്. പ്രവർത്തനങ്ങൾക്ക് ഘടന ആവശ്യമാണ്. നമ്മൾ എന്ത് കാര്യം ചെയ്യണമെങ്കിലും അതിനൊരു രീതിയും സംവിധാനവും വേണം. ഇല്ലാതെ നമുക്ക് ചെയ്യാനൊക്കത്തില്ല. എന്നാൽ ദൈവത്തിന് വചനമായിരിക്കുന്ന വിശുദ്ധ ബൈബിൾ നോക്കുമ്പോൾ ദൈവവചനത്തിൻ്റെ ഊന്നൽ, പുതിയ നിയമത്തിൻ്റെ ഊന്നൽ ഘടനകൾക്കല്ല, പ്രവർത്തിക്കുന്ന പ്രവർത്തകർക്കും നാം ചെയ്യുന്ന പ്രവർത്തനങ്ങൾക്കുമാണ്. ഇറ്റ് ഇസ് നോട്ട് ദ സ്ട്രക്ചർ, ഇറ്റ് ഇസ് നോട്ട് ദ ഫോം, ബട്ട് ദ ഫങ്ഷൻ ആൻഡ് ദ പീപ്പിൾ ഹൂ കണ്ടക്ട് ദ ഫങ്ഷൻ. അതാണ് പുതിയ നിയമത്തിൻ്റെ ഊന്നൽ എന്ന് പറയുന്നത്. ഞാൻ വിചാരിക്കുന്നു നമ്മളുടെ സഹോദരങ്ങൾക്ക് പറ്റിയ, അല്ലെങ്കിൽ നമുക്കും പറ്റിയ ഒരു പരാജയം, ഘടനകൾക്ക് പ്രാധാന്യം നൽകി നാം എന്ത് ചെയ്യുന്നു എന്നുള്ളതിനേക്കാളും എങ്ങനെയാണ് അത് ചെയ്യുന്നത് എന്നതിനാണ് ഊന്നൽ. അതിനുള്ള സംവിധാനം എന്താണ്? മിഷനറി പ്രവർത്തനം ചെയ്യുക എന്നുള്ളതല്ല നമ്മുടെ വലിയ ശ്രദ്ധ. മിഷനറി എങ്ങനെ അയക്കപ്പെടണം, അത് എങ്ങനെയാണ് ആ മിഷനറി ആകുന്നത്, അതൊക്കെയാണ് ചോദ്യം. അല്ലാതെ ഈ മിഷനറി എന്താ ചെയ്യുന്നത്, അദ്ദേഹം സുവിശേഷം പറയുന്നുണ്ടോ, അത് നിമിത്തം ആൾ രക്ഷിക്കപ്പെടുന്നുണ്ടോ എന്നുള്ളതൊന്നും അല്ല വിഷയം. അദ്ദേഹം എങ്ങനെയാണ് മിഷനറി ആയത്, എങ്ങനെയാണ് അയച്ചത്, ആരാണ് കൈവച്ചത്, ഈ പറയുന്ന കാര്യമാണ് പ്രാധാന്യം. എൻ്റെ മോനെ ഞാൻ പറയാം, നിങ്ങൾ കൈയാകട്ടെ കാലാകട്ടെ ഒരുത്തിൻ്റെ തലയിലോ കാലയിലോ വെച്ചിട്ട് അവൻ ദൈവത്തിൻ്റെ വേല ചെയ്യുന്നില്ലെങ്കിൽ ആ പരിപാടി കൊണ്ട് യാതൊരു പ്രാധാന്യവുമില്ല, യാതൊരു പ്രയോജനവുമില്ല. ഇവനെ ആൾക്കാരെല്ലാം കൂടെ കൂടി അവൻ്റെ തലയിൽ കൈ വെച്ചിട്ട് അവന് എഴുന്നേക്കാൻ വയ്യാത്ത രീതിയിൽ അങ്ങ് വെച്ചു. ആൾക്കാരെല്ലാം കൂടെ കൂടി വെച്ചു. ഇവൻ പോയിട്ട് സൂചനവും പറയുന്നില്ല, ഒരൊറ്റ മനുഷ്യാത്മാവ് രക്ഷിക്കപ്പെടുന്നുമില്ല. അയ്യോ, ഇതെന്തൊരു പരിപാടിയാ! നമ്മളുടെ നേപ്പാളിലെ ബെന്നിച്ചെറിയാൻ സഹോദരൻ അവിടെ ചെന്നു. എൻ്റെ ദൈവമേ, അവിടെ വേല കാണാനായിട്ട് പോയിട്ടുള്ള അദ്ദേഹവുമായിട്ട് സഹകരിക്കുന്ന ആളുകൾക്കൊക്കെ അറിയാം എന്തൊരു അനുഗ്രഹീതമായ പ്രവർത്തനമാണ്. തെരുവിൽ കിടന്നതായിരിക്കുന്ന ഒരു പ്രതീക്ഷയ്ക്കും വകയില്ലാത്ത 100 കണക്കിന് കുഞ്ഞുങ്ങൾ ഇന്ന് കർത്താവ് ഈശു മെസ്സി എന്ന് പറഞ്ഞല്ലേ, അവരെല്ലാവരും കൈകൂപ്പി അങ്ങനെ ദൈവത്തെ സ്തുതിക്കുന്നത് കാണുന്ന ഉടനെ എന്തൊരു അനുഗ്രഹമാണ്. കർത്താവായ യേശുക്രിസ്തുവാണ് എൻ്റെ രക്ഷകൻ, സ്വർഗത്തിലെ ദൈവമാണ് എനിക്ക് പിതാവായിരിക്കുന്നതെന്നൊക്കെ അവർ പറയുന്നത് കേൾക്കുമ്പോൾ നമ്മൾ കോരിത്തരിച്ചു പോകും. പക്ഷേ ചില സഹോദരന്മാർ പറഞ്ഞു, പക്ഷേ ബെന്നിച്ചെറിയാൻ സഹോദരൻ എന്തൊക്കെ ചെയ്തതെന്ന് പറഞ്ഞാലും പുള്ളി അയച്ചത് ശരിയല്ലല്ലോ, അയച്ചത് അങ്ങനെ ശരിയായിട്ടില്ലല്ലോ, ആരാ കൈവച്ചത്? ഓ അത് ശരി, കൈവച്ചത് ശരിയായില്ല, ഇടത്തൂടെ അല്ലയോ കൈവച്ചത്, അച്ചപ്പം ഇങ്ങനെയല്ലയോ വെച്ചത്. എൻ്റെ പൊന്നു സഹോദരങ്ങളെ, ഞാൻ പറയട്ടെ, പുതിയ നിയമത്തിൻ്റെ ശ്രദ്ധയെന്ന് പറയുന്നത് ഘടനയിലല്ല. പുതിയ നിയമത്തിൻ്റെ ശ്രദ്ധയെന്ന് പറയുന്നത് ദൈവത്തിൻ്റെ വേല ചെയ്യുന്ന ദൈവമനുഷ്യരുടെ ജീവിതത്തിൻ്റെ വിശുദ്ധിയും ദൈവകൃപയും അവർ ദൈവത്താൽ നിയോഗിക്കപ്പെട്ടവരാണ് എന്നുള്ള കാര്യവുമാണ് മുഖ്യമായിരിക്കുന്ന കാര്യം. നിങ്ങൾ എങ്ങനെ ഏത് നിലയിലൊക്കെ അയക്കപ്പെട്ട ആളുകളാണെങ്കിലും കർത്താവിൻ്റെ കരം നിങ്ങളോട് ഇല്ലെങ്കിൽ നിങ്ങൾ വെറുതെ പോയി സമയം മെനക്കെടുത്തുക കേട്ടോ. ദൈവം അയച്ച, ദൈവത്തിൻ്റെ വേല ചെയ്യുന്ന, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിന് നിറവുള്ള, സുവിശേഷം പറയുന്ന, കർത്താവിന് വേണ്ടി കഷ്ടമനുഭവിക്കുവാൻ മനസ്സുള്ള ദൈവമക്കളെയാണ് ഇന്ന് സുവിശേഷ വേലയ്ക്ക് ആവശ്യമായിരിക്കുന്നത്. അവരെ എങ്ങനെ അയക്കുന്നതിനെ പ്രാർത്ഥിച്ചൊക്കെ അയക്കണം, അതിനെക്കുറിച്ചൊന്നും എനിക്ക് യാതൊരു വിധമായ അഭിപ്രായ വ്യത്യാസമില്ല. പക്ഷേ അയച്ചത് ശരിയായി, അതുകൊണ്ട് ആൾ ശരിയാണ്, വേല നടക്കും എന്നൊന്നും ഉറപ്പാക്കാനായിട്ട് സാധിക്കുകയില്ല. വേല ശരിയാകുന്നത് ഈ അയക്കപ്പെട്ട ആൾ ദൈവവേല ചെയ്യാനായിട്ട് വിളിക്കപ്പെട്ട ആളാണ്, സമർപ്പണമുള്ളയാളാണ്, ദൈവഹിതപ്രകാരം ജീവിക്കുവാൻ മനസ്സുള്ളയാളാണ്, ദൈവത്തിൽ വിശ്വസിക്കുന്നവനാണ്, ദൈവത്തിൽ ആശ്രയിക്കുന്നവനാണ് എന്നതാണ് അതിലെ പ്രധാനപ്പെട്ട കാര്യത. അല്ലാതെ രീതികളും സംവിധാനങ്ങളും കൊണ്ട് ദൈവത്തിൻ്റെ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുവാൻ നമുക്ക് കഴിയുകയില്ല. എന്നാൽ അയക്കാതെ എങ്ങനെയാണ് പോകുന്നത്, പോകാതെ എങ്ങനെയാണ് പ്രസംഗിക്കുന്നത്, പ്രസംഗിക്കാതെ എങ്ങനെയാണ് കേൾക്കുന്നത് എന്ന ചോദ്യം പ്രസക്തമാണ് കേട്ടോ. അയക്കണം, പോകണം, പ്രസംഗിക്കണം. പക്ഷേ അയക്കുന്ന രീതിയും, പോകുന്നത് ട്രെയിനിലാണെന്നോ പോകുന്നത്, പ്ലെയിനിലാണെന്നോ പോകുന്നത്, നടന്നാണെന്നോ പോകുന്നത്,
അതൊന്നും പ്രശ്നമല്ല എൻ്റെ സഹോദര. പോകട്ടെ, അവരങ്ങ് ചെല്ലട്ടെ, അവർ വേല ചെയ്യട്ടെ, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കട്ടെ, അതല്ലേ വിഷയം. അപ്പോൾ അതാണ് എനിക്ക് രണ്ടാമത് പറയാനുള്ളത്. പ്രവർത്തനങ്ങൾക്ക് ഘടന ആവശ്യമാണ്. അതിനൊരു രീതിയില്ലാതെ നമുക്ക് പ്രവർത്തനങ്ങൾ നടത്താൻ പറ്റുകയില്ല. എന്നാൽ രീതികൾക്കല്ല പ്രാധാന്യം, പ്രവർത്തകർക്കും പ്രവർത്തനങ്ങൾക്കുമാണ് പ്രാധാന്യം. ഒരു കാര്യം കൂടി അതിനോട് ചേർത്ത് ഞാൻ പറയാം. അത് മൂപ്പന്മാരെ നിയമിക്കണമെന്ന് പറഞ്ഞു. എങ്ങനെയാണ് നിയമിക്കേണ്ടത് എന്നുള്ളതിനെക്കുറിച്ചുള്ള ചില അഭിപ്രായങ്ങൾ ഞാൻ പറയാം കേട്ടോ. 1 തിമോത്തിയോസ് 3-ാമത്തെ അധ്യായം. മൂപ്പന്മാരെ നിയമിക്കുന്നത് എങ്ങനെയാണ്? 3-ാമത്തെ അധ്യായത്തിൻ്റെ 8-ാം വാക്യം. 1 തിമോത്തിയോസ് 3:8. ഞാൻ ഇപ്പോൾ നിങ്ങൾ എടുക്കണ്ട, ഇടന്ന് പറയുന്നത് ഈ മൂപ്പന്മാരെ നിയമിക്കേണ്ടത് അപ്പസ്തലന്മാർ അവരുടെ മേൽ വലങ്കരം വെച്ച് അവരുടെ ഇടത്തുകാല് ഒരു പടി പുറകോട്ട് നിന്നുകൊണ്ട് അവരെ അനുഗ്രഹിക്കുകയും അവസാനം അവരുടെ മേലൊന്ന് ഊതുകയും ചെയ്യണം. അങ്ങനെയാണ് അവരെ നിയമിക്കേണ്ടത്. 1 തിമോത്തിയോസ് 3:8. അല്ലെന്നേ, അങ്ങനെ പ്രസ്താവനയില്ല. പക്ഷെ ഉണ്ട് കേട്ടോ. എന്താ പ്രശ്നം എന്നറിയാമോ? മൂപ്പൻ നിഷ്കളങ്കനും നിർദോഷനും, പിന്നെ ഏകഭാര്യയുടെ ഭർത്താവും, വഴക്കിടാത്തവനും, ഉപദേശിപ്പാൻ സമർത്ഥനും, ദ്രവ്യാഗ്രഹി അല്ലാത്തവനും, മറ്റുള്ളവരോട് നല്ല സാക്ഷ്യം പ്രാപിച്ചവനും ആയിരിക്കണം. അതാ വിഷയം. മൂപ്പനെ എങ്ങനെ നിയമിച്ചു എന്നുള്ളതല്ല കേട്ടോ ശ്രദ്ധ. ഈ മൂപ്പൻ ആരാണെന്നുള്ളതാ ശ്രദ്ധ. നമ്മുടെ ഇടയിലെ പ്രശ്നം എന്താ? മൂപ്പനെ നിയമിച്ചത് ശരിയായില്ല കേട്ടോ, അതുകൊണ്ട് സഭയിൽ ആകെപ്പാടെ കുഴപ്പമാണ്. അങ്ങനെ സങ്കടപ്പെടുന്ന എത്ര പേരുണ്ട് ഇവിടെ? മൂപ്പനെ നിയമിച്ചതിൻ്റെ പ്രശ്നമല്ല, നിയമിച്ച മൂപ്പൻ ശരിയല്ലെന്നുള്ള പ്രശ്നം. അതാ പ്രശ്നം. ഈ മൂപ്പൻ്റെ പ്രവർത്തികൾ ശരിയല്ല, അതാ പ്രശ്നം. ആൾ ശരിയല്ല. ബൈബിളിൻ്റെ സത്യം എന്ന് പറയുന്നത് ആരാണ് മൂപ്പൻ എന്നുള്ളതാണ്, അല്ലാതെ എങ്ങനെയാണ് ആക്കി എന്നുള്ളതല്ല. അപ്പം അതിനെക്കുറിച്ച് ബൈബിൾ ഒരു കാര്യവും പറഞ്ഞിട്ടില്ല. പിന്നെ അപ്പോസ്തലരുടെ 14-ാമത്തെ അധ്യായത്തിൽ അപ്പോസ്തലനായ പൗലോസും ബർന്നബാസും സഭതോറും മൂപ്പന്മാരെ നിയമിച്ചു എന്ന് പറയുന്ന പ്രസ്താവന, അത് നമ്മൾക്ക് വ്യാഖ്യാനിക്കണം. അത് ഞാൻ അതിൻ്റെ വ്യാഖ്യാനം പിന്നീട് ഞാൻ പറഞ്ഞോളാം. എന്നാൽ ഇത് വളരെ പ്രധാനപ്പെട്ട കാര്യം കേട്ടോ. പുതിയ നിയമത്തിൻ്റെ ശ്രദ്ധയെന്ന് പറയുന്നത് ആളുകൾ, പ്രവർത്തനം. ആരാണ് ആരാ? നിങ്ങൾ ശരിയാകാതെ നിങ്ങളുടെ പ്രവർത്തനം ശരിയാവില്ല. സത്യസന്ധമായി നമ്മളൊക്കെ മാനസാന്തരപ്പെടണം, ദൈവത്തെ ഭയപ്പെടണം, ദൈവത്തിൻ്റെ കരം നമുക്ക് അനുകൂലമായിരിക്കണം. അതാണ് നമ്മുടെ ശ്രദ്ധ. അല്ലാതെ എന്തെങ്കിലും ഒരു ക്രമീകരണം ഉണ്ടാക്കി അതിൻ്റെ മറവെനിക്കുണ്ടെന്ന് എന്നെ കൈവച്ചാക്കിയതാണ്, അതുകൊണ്ട് ഞാൻ എന്ത് അന്യായം കാണിച്ചാലും മനുഷ്യനെ സഹിച്ചോണമെന്ന്. നല്ല പരിപാടിയാ. അത് ദൈവത്തിൻ്റെ പരിപാടിയല്ല എൻ്റെ സഹോദരങ്ങളെ. ഒരു വ്യക്തിയുടെ ശുശ്രൂഷ നിർണ്ണയിക്കപ്പെടുന്നത് ആ വ്യക്തി ആ ശുശ്രൂഷയ്ക്ക് യോഗ്യമായ നിലയിൽ ദൈവത്തോടുള്ള ബന്ധത്തിൽ വിശുദ്ധ ജീവിതം നയിക്കുന്നു, അദ്ദേഹത്തിൻ്റെ പ്രസ്താവനകളും ജീവിതവും ഒരുപോലെ പോകുന്നതാണ്, അദ്ദേഹം ദൈവത്തെ ഭയപ്പെടുന്നവനാണ് എന്ന് ആളുകൾക്കുള്ള ബോധ്യമാണ്. ഞാൻ പറയാം, പക്ഷീൻ്റെ മുൻപിൽ ആരും നിൽക്കില്ലായിരുന്നു കേട്ടോ. അദ്ദേഹം നോക്കുമ്പോൾ ആളുകൾ, അദ്ദേഹത്തിൻ്റെ കൂടെ പ്രവർത്തിച്ച ആളുകൾ വിരണ്ടു പോകും. എൻ്റെ കാര്യം എന്താ? ചെറിയ മനുഷ്യനാണ്. അദ്ദേഹത്തിന് എന്താ പിടിച്ചേ? ഞാൻ പറയാം, അദ്ദേഹം ഒരു ദൈവ മനുഷ്യനാണ് എന്നുള്ള കാര്യം ആളുകൾക്കറിയാമായിരുന്നു. അദ്ദേഹം പറയുന്ന കാര്യം കേൾക്കാൻ കൊള്ളാകുന്ന കാര്യമാണ് എന്ന് ആൾക്കറിയാമായിരുന്നു. അദ്ദേഹത്തോട് എന്തെങ്കിലും എതിർത്ത് പറഞ്ഞാൽ ആ ദൈവ മനുഷ്യനോട് എതിർക്കാനായിട്ട് ആൾക്ക് ഭയമായിരുന്നു. അങ്ങനെയൊക്കെയുള്ള ആളുകളല്ലേ ദൈവവേല ചെയ്യുന്നത്. അത് എഴുന്നേറ്റ് സംസാരിക്കുമ്പോൾ ദൈവത്തിൻ്റെ വാക്ക് പറയുന്നൊരു ദൈവ മനുഷ്യൻ എന്നുള്ള ആ ഒരു സ്വീകാര്യത അദ്ദേഹത്തിനുണ്ടായിരുന്നു. നമ്മളൊക്കെ അങ്ങനെയാകണം എൻ്റെ പൊന്നു സഹോദരങ്ങളെ. നമ്മൾ സംസാരിക്കുമ്പോൾ ഇദ്ദേഹത്തെ ബഹുമാനിക്കണം. കാരണം അതൊരു ദൈവ മനുഷ്യനാണ്. അദ്ദേഹം ദൈവത്തിൻ്റെ വചനം അറിയാകുന്നയാളും ദൈവത്തിൻ്റെ വചനം അനുസരിക്കുന്നവനും ദൈവത്തെ ഭയപ്പെടുന്നവനുമാണ് എന്ന് ആളുകൾക്ക് ബോധ്യം വരണം. അതാണ് നമ്മുടെ ശുശ്രൂഷയുടെ പ്രത്യേകത എന്ന് പറയുന്നതാണ്. അല്ല നമ്മൾ നിയമനത്തിൻ്റെയോ സാഹചര്യങ്ങളുടെയോ ഡിഗ്രിയുടെയോ ഒന്നും ബലമല്ല നമ്മളെ ശുശ്രൂഷകൾക്ക് യോഗ്യന്മാരാക്കി തീർക്കുന്നത്. ദൈവത്തിൻ്റെ കരവും ദൈവത്തിൻ്റെ അനുഗ്രഹവും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ നിറവുമാണ് നമ്മുടെ ജീവിതത്തിൻ്റെ ബലമായിട്ട് ഇരിക്കുന്നത്. അതുകൊണ്ട് പ്രവർത്തനങ്ങൾക്ക് ഘടന ആവശ്യമാണ് എങ്കിലും ഘടനയേക്കാൾ അധികം പ്രാധാന്യം
പ്രവർത്തകർക്കും പ്രവർത്തനങ്ങൾക്കും ആണ്. മൂന്നാമത് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന കാര്യം, സഭാപ്രവർത്തനത്തെ തദ്ദേശിക സഭകളുടെ ആന്തരിക പ്രവർത്തനമെന്നും അവരുടെ ബാഹ്യമായ സുവിശേഷവൽക്കരണ പ്രവർത്തനമെന്നും രണ്ടായിട്ട് തിരിക്കാം. അതാണ് ഞാൻ മൂന്നാമത് പറയാൻ ആഗ്രഹിക്കുന്നത്. സഭാപ്രവർത്തനത്തെ തദ്ദേശിക സഭകളുടെ ആന്തരിക പ്രവർത്തനമെന്നും അവരുടെ ബാഹ്യമായ സുവിശേഷവൽക്കരണ പ്രവർത്തനമെന്നും രണ്ടായിട്ട് തിരിക്കാം. തദ്ദേശീയ സഭകൾക്ക് രണ്ട് വേലയാണ് ദൈവം കൊടുത്തിട്ടുള്ളത്. രണ്ട് വേലയാണ്. ഒന്ന്, സഭാവിശ്വാസികളോടുള്ള ബന്ധത്തിലുള്ള വേല. സഭാവിശ്വാസികളോടുള്ള ബന്ധത്തിലുള്ള വേല. രണ്ട്, ലോക സുവിശേഷവൽക്കരണം എന്ന ഉത്തരവാദിത്വത്തോട് ബന്ധപ്പെട്ട വേല. ഈ രണ്ട് വേലകളായിട്ട് സഭാപ്രവർത്തനത്തെ തിരിക്കാം. ഒന്നാമത്തത് ശിഷ്യത്വം എന്ന് പറയാം. രണ്ടാമത്തത് പ്രധാന നിയോഗം എന്ന് പറയാം. എഡിഫിക്കേഷൻ ഓഫ് ദി ബിലീവേഴ്സ്, വിശ്വാസികളുടെ ആത്മീക വളർച്ച, ലോകത്തിൻ്റെ സുവിശേഷവൽക്കരണം, ഇത് രണ്ടുമാണ് ദൈവസഭയെ ഏൽപ്പിച്ചിരിക്കുന്നതായിരിക്കും. അത് നിങ്ങൾ അതിനോട് യോജിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ദൈവത്തിൻ്റെ സഭയ്ക്ക് രണ്ട് ജോലിയാണ് ഉള്ളത്. ദൈവത്തിൻ്റെ സഭയ്ക്ക് വിശ്വാസികളായിട്ട് ഒരുമിച്ച് ചേർന്ന ദൈവത്തിൻ്റെ സഭയിലെ അംഗങ്ങൾക്ക് ആത്മീക വർധന വരുത്തുക, അവരുടെ ജീവിതത്തെ രൂപാന്തരപ്പെടുത്തുക, അവരെ ദൈവമേൽപ്പിച്ച ദൈവത്തിൻ്റെ കൃപകൾ ഉപയോഗിക്കുവാൻ തക്കവണ്ണം അവരെ പരിശീലിപ്പിക്കുക, അവരെ ദൈവവേലയ്ക്കായിട്ട് ഒരുക്കുക എന്നത് അവരുടെ ആന്തരികമായ തദ്ദേശീയ സഭകളുടെ പ്രവർത്തനമെന്ന് പറയാം. പിന്നീട് സുവിശേഷവൽക്കരണത്തിനായിട്ട് അവിശ്വാസികളായിരിക്കുന്ന ആളുകളെ സുവിശേഷം പറഞ്ഞ് വിശ്വാസത്തിലേക്കും അത് തന്നിമിത്തം സഭാസ്ഥാപനത്തിലേക്കും നടത്തുക എന്ന് പറയുന്ന ജോലിയാണ് രണ്ടാമത്തെ ജോലി എന്ന് പറയുന്നത്. അപ്പോൾ ഈ രണ്ട് ജോലികളും വളരെ പ്രധാനപ്പെട്ട ജോലികൾ തന്നെയാണ്. അതിനെക്കുറിച്ച് ജോൺ സ്റ്റോട്ട് പറയുന്ന പ്രസ്ഥാനമുണ്ട്. അദ്ദേഹം പറഞ്ഞു, ചർച്ച് ഈസ് ദ ഓൺലി ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻ ദ വേൾഡ് വിച്ച് എക്സിസ്റ്റ് ഫോർ ദ ബെനിഫിറ്റ് ഓഫ് ഇറ്റ്സ് നോൺ മെമ്പേഴ്സ്. ചർച്ച് ഈസ് ദ ഓൺലി ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻ ദ വേൾഡ് which exist for the benefit of its non-members. എല്ലാ സംവിധാനങ്ങളുടെയും അനുഗ്രഹം എന്താണ്? ആ സംവിധാനത്തിൽ അംഗങ്ങളായിരിക്കുന്ന ആളുകൾക്ക് ഗുണം വരിക എന്നുള്ളതാണ്. അംഗങ്ങളായിരിക്കുന്ന ആളുകളുടെ ഗുണം പ്രധാനപ്പെട്ട കാര്യം കേട്ടോ. എന്നാൽ ദൈവത്തിൻ്റെ സഭയെ ലോകത്തിലാക്കിയിരിക്കുന്നത് ലോകത്തിൻ്റെ രക്ഷയ്ക്ക് വേണ്ടിയാണ്. ഈ ലോകത്തെ രക്ഷപ്പെടുത്തുവാൻ, ലോകത്തിലുള്ള മനുഷ്യരെ രക്ഷിക്കുവാൻ ദൈവം ഈ ലോകത്തിൽ നിന്ന് തിരഞ്ഞെടുത്തതായിരിക്കുന്ന ദൈവമക്കളെ ലോകത്തിൽ നിന്ന് വ്യത്യസ്തമായിരിക്കുന്ന ഒരു ദൗത്യമേൽപ്പിച്ച് ഈ ലോകത്തിലാക്കിയിരിക്കുന്നു എന്നാണ് ദൈവത്തിൻ്റെ വചനം പറയുന്നത്. അപ്പം നമുക്ക് തദ്ദേശിക സഭകൾക്ക് നമ്മുടെ സഭയുടെ ആത്മീക വളർച്ചയെന്ന് പറയുന്നത് വലിയ പ്രധാനപ്പെട്ട കാര്യമാണ്. നമ്മളെ വിശ്വാസികളെ ദൈവം നമ്മളുടെ അടുക്കൽ കൊണ്ടുവന്നിരിക്കുന്നത് അവരുടെ ജീവിതങ്ങളെ പണിയുന്നതിന് വേണ്ടിയാണ്. അവരെ ദൈവത്തിൻ്റെ ഹിതപ്രകാരം രൂപപ്പെടുത്തി ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ അവരുടെ ജീവിതങ്ങളെ മനോഹരമാക്കുന്നതിന് വേണ്ടിയാണ് ദൈവം അവരെ നമ്മളുടെ അടുക്കിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നത്. നാം ഒരുമിച്ച് ചേർന്ന് ദൈവത്തിൻ്റെ ഹിതപ്രകാരം ദൈവമക്കളെ നമ്മളുടെ കൂട്ടായ്മ, ഉപദേശം കൊണ്ടും കൂട്ടായ്മ കൊണ്ടും നമ്മളുടെ സഹകരണം കൊണ്ടും പരിശീലനം കൊണ്ടും ഒക്കെ ഈ ലോകത്തിൽ ദൈവമക്കളായിട്ട് ജീവിക്കാനായിട്ട് അവരെ പ്രാപ്തിപ്പെടുത്തുക. അതാണ് സഭയുടെ ആദ്യത്തെ ജോലി. രണ്ടാമത്തെ ജോലി എന്ന് പറയുന്നത് ഈ ലോകത്തിൽ നമ്മളെ ആക്കിയിരിക്കുന്നത് ഈ ലോകത്തിലുള്ള അവിശ്വാസികളായിരിക്കുന്ന ആളുകളോടെല്ലാം സുവിശേഷം പറഞ്ഞ് അവരെല്ലാവരും രക്ഷിക്കപ്പെടണം എന്നുള്ള ഉദ്ദേശത്തോടുകൂടിയാണ്. എല്ലാവരും രക്ഷിക്കപ്പെടുക എന്നുള്ള കാര്യം നമുക്കറിയാം. തിമോത്തിയോസിൻ്റെ ലേഖനം 2-ാമത്തെ അധ്യായത്തിൽ എന്താ പറഞ്ഞത്? സകല മനുഷ്യരും രക്ഷിക്കപ്പെടണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. അപ്പോൾ ആ ഉദ്ദേശത്തോടുകൂടിയാണ് ദൈവത്തിൻ്റെ സഭയാക്കിയിരിക്കുന്നത്. അപ്പോൾ ഈ രണ്ട് ഉദ്ദേശങ്ങളുണ്ടല്ലേ, evangelization of the world and gathering them together as a church in every place. ഓരോ സ്ഥലങ്ങളിലും വിശ്വസിച്ചവരെ ഒരുമിച്ച് കൂട്ടി ദൈവത്തിൻ്റെ സഭയെ പണിത് ലോകത്തിൽ ദൈവത്തിൻ്റെ സഭകളെ സ്ഥാപിക്കുക എന്നതും നമ്മളെ ഏൽപ്പിച്ച ദൈവത്തിൻ്റെ സഭയിലെ ആളുകളെ ദൈവം ആഗ്രഹിക്കുന്ന പോലെ ഒരു ജീവിതങ്ങളെ രൂപപ്പെടുത്തുക എന്നുള്ളതും നമ്മളുടെ ദൗത്യമാണ്. അവിടെ ദൈവസഭകളുടെ പ്രവർത്തനത്തെ നമുക്ക് രണ്ടായിട്ട് തിരിക്കാം. ആന്തരിക പ്രവർത്തനം, ബാഹ്യമായിരിക്കുന്ന പ്രവർത്തനം.
edification of the believers and evangelization of the world. ലോകത്തിൻ്റെ സുവിശേഷവൽക്കരണം, വിശ്വാസികളുടെ ആത്മീയ വർധന എന്ന് പറയുന്ന നിലയിൽ, അല്ലെങ്കിൽ ശിഷ്യത്വം, അതുപോലെ തന്നെ പ്രധാന നിയോഗത്തിൻ്റെ പ്രവർത്തനം എന്നുള്ള നിലയിൽ നമുക്കതിനെ രണ്ടായിട്ട് തിരിക്കാം. അതാണ് ഞാൻ മൂന്നാമത് പറഞ്ഞതായിരിക്കുന്ന കാര്യം. നാലാമത് പറയാനുള്ള കാര്യം, ഈ ആന്തരികവും ബാഹ്യവുമായ പ്രവർത്തനങ്ങളെക്കുറിച്ച് പറയുമ്പോൾ ആന്തരികമായ പ്രവർത്തനത്തെക്കുറിച്ച് ഒരുപാട് വ്യക്തതയുണ്ട് കേട്ടോ. ഒരുപാട് വ്യക്തതയുണ്ട്. എങ്ങനെയാണ് ഒരു സഭ പ്രവർത്തിക്കേണ്ടത് എന്നുള്ളതിനെക്കുറിച്ച് വ്യക്തമായ ഒരു കാഴ്ച നമുക്ക് ദൈവവചനത്തിൽ നിന്ന് ലഭിക്കും. എങ്ങനെയാണ് ഒരു ലോക്കൽ ചർച്ച് പ്രവർത്തിക്കേണ്ടത് എന്നതിനെ സംബന്ധിച്ച് വളരെ വ്യക്തമായ ഒരു കാഴ്ച നമുക്ക് പുതിയ നിയമത്തിൽ നിന്ന് ലഭിക്കും. എന്നാൽ സുവിശേഷവൽക്കരണത്തെക്കുറിച്ച് പറയുമ്പോൾ അത്രയും വ്യക്തത വിഷയത്തിലില്ല. ആ വിഷയത്തിൽ കുറച്ചുകൂടെ സ്വാതന്ത്ര്യവും കുറച്ചുകൂടെ വിശാലതയും സുവിശേഷവൽക്കരണം എന്ന് പറയുന്ന കാര്യത്തിൽ ഉണ്ട്. എന്നാൽ സഭാപ്രവർത്തനത്തെക്കുറിച്ച് പറയുമ്പോൾ സ്വാതന്ത്ര്യമുണ്ട് കേട്ടോ, എന്നാൽ അത് കുറച്ചുകൂടെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ആ വ്യക്തത എന്നത് തദ്ദേശിക സഭകൾ മൂപ്പന്മാരുടെ നേതൃത്വത്തിലും ശുശ്രൂഷകന്മാരുടെ സഹായത്തിലും എല്ലാ വിശ്വാസികളുടെയും സഹകരണത്തിലും പ്രവർത്തിക്കണം എന്നതാണ് ആ ക്രമീകരണം. തദ്ദേശ സഭകളെക്കുറിച്ച് നമുക്കറിയാം. സ്ഥലസഭകളെക്കുറിച്ച് പറയുമ്പോൾ അതിന് നേതൃത്വം മൂപ്പന്മാരാണ്. ആ മൂപ്പന്മാർക്ക് സഹായകന്മാരായി ശുശ്രൂഷകന്മാരുണ്ട്. പിന്നെ എല്ലാ വിശ്വാസികളെയും ഈ പ്രവർത്തനത്തിൽ സഹകരിപ്പിക്കണം. അങ്ങനെ ഒരുമിച്ച് പ്രവർത്തിക്കണം. അതിനോട് നിങ്ങൾ യോജിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു. തദ്ദേശീയ സഭകൾ മൂപ്പന്മാരുടെ നേതൃത്വത്തിലും ശുശ്രൂഷകന്മാരുടെ സഹായത്തിലും സകല വിശ്വാസികളുടെയും സഹകരണത്തിലും പ്രവർത്തിക്കണം. ചിലപ്പോഴും മൂപ്പന്മാർ ഈ മൂന്നാമത് പറഞ്ഞ കാര്യം അത്ര ശ്രദ്ധിക്കുകയില്ല, വിശ്വാസികളെ കണക്കിലെടുക്കുകയില്ല. എൻ്റെ പൊന്നു സഹോദരങ്ങളെ, ഞാൻ പറയട്ടെ, ദൈവത്തിൻ്റെ വേല ദൈവത്തിൻ്റെ സഭയെയാണ് പരമേൽപ്പിച്ചിരിക്കുന്നത്. ദൈവത്തിൻ്റെ വേല ദൈവത്തിൻ്റെ സഭയെയാണ് ദൈവം പരമേൽപ്പിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ദൈവത്തിൻ്റെ സഭയിലുള്ള ഒരു വ്യക്തിയെയും അവഗണിക്കുവാൻ നമുക്ക് കഴിയുകയില്ല. മൂപ്പന്മാരെ ഏൽപ്പിച്ചിരിക്കുന്ന ജോലി ഇവരെ എല്ലാം കൂടെ സഹകരിപ്പിച്ച് ഒരുമിച്ച് ദൈവത്തിൻ്റെ വേല ചെയ്യാനായിട്ട് ഒരുമിച്ച് കൊണ്ടുപോകുക എന്നതാണ് അവരുടെ ദൗത്യം. അല്ലാതെ എല്ലാവരുടെയും വേല ആരാ ചെയ്യുന്നത്? മൂപ്പൻ ചെയ്യുക. അല്ലെങ്കിൽ മൂപ്പൻ വേല ഇറക്കും. അങ്ങനെ ഒരു പരിപാടി പറ്റില്ല. നമ്മളുടെ ജോലി എന്ന് പറയുന്നത് വിശ്വാസികളെ എല്ലാവരെയും കൂടെ സംഘടിപ്പിച്ച് ദൈവം അവർക്ക് നൽകിയതായ കൃപകളും അവർക്കുള്ള കഴിവുകളും ഒക്കെ വളർത്തിയെടുത്ത് അതിനെ പ്രോത്സാഹിപ്പിച്ച് ദൈവവേല ചെയ്യാനായിട്ട് അവരെ പ്രാപ്തിപ്പെടുത്തുക, അവരെ ഒരുമിച്ച് ചേർത്ത് പിടിക്കുക എന്നതാണ് മൂപ്പന്മാരുടെ ജോലി എന്ന് പറയുന്നത്. അതാണ്. അല്ലെ, മൂപ്പന്മാർക്ക് മാത്രമായിട്ട് ചെയ്യാൻ പറ്റില്ല കേട്ടോ. അതുകൊണ്ടാണ് നമുക്ക് മറ്റ് സഹോദരങ്ങളുടെ സഹകരണം ആവശ്യമായിരിക്കുന്നത്. അതുകൊണ്ടാണ് ഒരു സഭയിലുള്ള മൂപ്പന് ജോലി എന്താണെന്ന് ചോദിച്ചാൽ പറഞ്ഞു, എല്ലാ വിശ്വാസികളെയും അവരെ ഏൽപ്പിച്ചിരിക്കുന്ന എല്ലാ കഴിവുകളും അതിനെ പക്വതപ്പെടുത്തി അവരുടെ ശുശ്രൂഷകൾക്കായിട്ട് അവരെ പരിശീലിപ്പിക്കുക. എൻ്റെ പൊന്നെ, അതിനുള്ള പ്രാപ്തി നമുക്കില്ലല്ലോ. നിങ്ങൾക്കുള്ള പ്രാപ്തി അനുസരിച്ചല്ലേ ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് നമ്മൾക്ക് പരസ്പരം സഹകരിക്കേണ്ടതായിട്ട് വരുന്നത്. ദൈവം പ്രത്യേകമായ കൃപകൾ നൽകി ഉപദേശിക്കാൻ സമർത്ഥന്മാരായിരിക്കുന്ന ആളുകൾ, നമുക്ക് മാർഗനിർദ്ദേശങ്ങൾ നൽകാൻ കഴിയുന്ന ആളുകൾ, അങ്ങനെയൊക്കെയുള്ള ആളുകളെ ദൈവം പല സഭകളിൽ നൽകിയിട്ടുണ്ട്. അവരുടെയൊക്കെ പ്രവർത്തനങ്ങളെ നമ്മൾ ഉപയോഗിക്കണം. അപ്പോൾ ആ നിലയിൽ സഹകരിച്ചുള്ള ഒരു പ്രവർത്തനം കൊണ്ട് മാത്രമേ ദൈവം ആഗ്രഹിക്കുന്ന പോലെയുള്ളൊരു വേല നമുക്ക് ചെയ്യാൻ പറ്റുകയുള്ളൂ. ഈ ദൈവത്തിൻ്റെ വേലയെന്ന് പറയുന്നത് ഒരു ഒറ്റയാൻ പരിപാടിയല്ല. ദൈവത്തിൻ്റെ വേല എന്ന് പറയുന്നത് ഒരു ഒറ്റയാൻ പരിപാടിയല്ല. ഇത് സഹകരണത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും പരിപാടിയാണ്. ഇത് ഒരുമിച്ച് പ്രവർത്തിക്കുന്ന കാര്യമാണ്. അപ്പോൾ ആ നില നമ്മൾ നിലനിർത്തേണ്ടത് ആവശ്യമാണ്. അപ്പോൾ അതാണ് ഞാൻ നാലാമത് നിങ്ങളോട് പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്. തദ്ദേശ സഭകൾ മൂപ്പന്മാരുടെ നേതൃത്വത്തിലും ശുശ്രൂഷകന്മാരുടെ സഹായത്തിലും എല്ലാ വിശ്വാസികളുടെയും സഹകരണത്തിലും പ്രവർത്തിക്കേണ്ടതാണ്. അപ്പോൾ അത് ആ വിഷയത്തെ സംബന്ധിച്ച് ഒരു വ്യക്തത പുതിയ നിയമത്തിൽ ഉണ്ട്. മൂപ്പന്മാർ, ശുശ്രൂഷകന്മാർ, വിശ്വാസികളുടെ പ്രവർത്തനം, അതിനെക്കുറിച്ച് തന്നെ നമുക്ക് ഒരുപാട് മണിക്കൂറുകൾ സംസാരിക്കാനുള്ളതായിരിക്കുന്ന വിഷയമുണ്ട്. എന്നാൽ പിന്നീട് അവസരം കിട്ടുന്ന പോലെ നമുക്ക് ഈ വിഷയങ്ങളെക്കുറിച്ച് കൂടുതൽ നമുക്ക് ചർച്ച ചെയ്യാം. അഞ്ചാമത് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന കാര്യം, മൂപ്പന്മാർ എന്നത് തദ്ദേശീയ സഭയിലെ ഓഫീസാണ്.
മൂപ്പന്മാർ എന്നത് ഒരു സ്ഥലം സഭയിലെ ഓഫീസാണ്. മൂപ്പന്മാർക്ക് പല സഭകളിൽ മൂപ്പന്മാരായിരിക്കാനായിട്ട് സാധിക്കില്ല. നിങ്ങൾ മൂപ്പനാണ് എങ്കിൽ ഉടനെ ചോദിക്കും, നിങ്ങൾ ഏത് സഭയിലെ മൂപ്പനാണെന്ന് ചോദിക്കും. ഒരു സഭയിലെ മൂപ്പനായിരിക്കാനേ സാധിക്കുകയുള്ളൂ. പല സഭകളിൽ മൂപ്പന്മാരായിരിക്കാനായിട്ട് സാധിക്കില്ല. അങ്ങനെ പല സഭകളിൽ മൂപ്പന്മാരായിരിക്കുക എന്ന് പറയുന്നത് സ്ഥലം സഭയുടെ സ്വാതന്ത്ര്യം എന്ന് പറയുന്ന വിഷയത്തെ സംബന്ധിച്ച് ഞാൻ തുറന്ന് പറയുമ്പോൾ ഞാനതിനെക്കുറിച്ച് പറഞ്ഞോളാം. ആ ആശയത്തിന് വിരുദ്ധമാണ്. നിങ്ങൾ ഒരു മൂപ്പൻ രണ്ട് സഭയുടെ മൂപ്പനാണ്. അപ്പോൾ ഈ രണ്ട് സഭ എങ്ങനെയാണ് നിൽക്കുന്നത്? രണ്ട് സഭ നിൽക്കുന്നു, മൂപ്പൻ ഇങ്ങനെ നിൽക്കുന്നു, രണ്ട് കാലും ഇങ്ങനെ വെച്ച്, അല്ലേ? അങ്ങനെ പരിപാടി ഇല്ലതേ. അങ്ങനെ ഒരു സംവിധാനമില്ല. രണ്ട് സഭകളെ ഒരുമിച്ച് ചേർത്ത് നിർത്തിയതിന് ശേഷം ഈ മൂപ്പൻ രണ്ട് സഭയുടെ മണ്ടയ്ക്ക് ഇങ്ങനെ കവച്ച് നിൽക്കുന്ന ഒരു പരിപാടിയില്ല. മൂപ്പൻ ഒരു സഭയുടെ മൂപ്പനാണ്. തദ്ദേശിക സഭ എന്ന് പറയുന്നത് ആ സഭയ്ക്കാണ് മൂപ്പന്മാർ, ആ സഭയിലാണ് ശുശ്രൂഷകന്മാർ. സഭകളെ കൂട്ടിക്കെട്ടി അതിന് മുകളിൽ നിൽക്കുന്ന ഒരു പരിപാടിയില്ല. അതാണ് നമ്മൾ അപ്പോസ്തലന്മാരെന്ന് പറയുന്ന സ്ഥാനത്തിനെതിരെ നിൽക്കുന്നതിൻ്റെ ഒരു പ്രധാന കാരണം. അതാ ഈ അപ്പോസ്തലൻ ഒരു ഓഫീസാണ് എങ്കിൽ ഇദ്ദേഹത്തെ എവിടെയാണ് വയ്ക്കുക? അപ്പോസ്തലനെ എവിടെ കൊണ്ട് വയ്ക്കുന്നത്? അപ്പോസ്തലനെ ലോക്കൽ ചർച്ച് വയ്ക്കാൻ പറ്റില്ല. കാരണം ലോക്കൽ ചർച്ചിൽ അപ്പോസ്തലൻ എന്ന് പറയുന്നതായിരിക്കുന്ന ഒരു സ്ഥാനമില്ല. അപ്പോസ്തലന്മാരെ, മൂപ്പന്മാരെ, ഇടയന്മാരെ, പിന്നീട് എന്താ ഉള്ളത്, ശുശ്രൂഷകന്മാർ. അങ്ങനെയില്ല. അപ്പോസ്തലന്മാരെന്ന് പറയുന്നത് യൂണിവേഴ്സൽ ചർച്ചിലെ ഓഫീസാണ്, ലോക്കൽ ചർച്ചിലെ ഓഫീസല്ല. ലോക്കൽ ചർച്ചിൽ അപ്പോസ്തലന്മാരില്ല. അപ്പോൾ ലോക്കൽ ചർച്ചിൽ അപ്പോസ്തലന്മാരില്ലെങ്കിൽ പിന്നെ ഈ അപ്പോസ്തലന്മാർ എവിടെ നിൽക്കണം? അപ്പോസ്തലന്മാർ ലോക്കൽ ചർച്ചിന് വെളിയില്ല. ലോക്കൽ ചർച്ചിന് വെളിയിലാന്ന് അവരെവിടെ നിൽക്കുന്നത്? ഒന്നുകിൽ അവർ യൂണിവേഴ്സൽ ചർച്ചിൽ നിൽക്കണം, അല്ലെങ്കിൽ പിന്നെ ഈ ചർച്ചുകളെല്ലാം അവിടെ കൂട്ടിക്കെട്ടി അന്നുമുണ്ടാക്കി നിൽക്കണം. അതാണ്. അപ്പം ലോക്കൽ ചർച്ച് എന്ന് പറയുന്ന ആശയം പോയി. ലോക്കൽ ചർച്ച് നിലനിൽക്കുകയില്ല. ലോക്കൽ ചർച്ചിന് വെളിയിൽ ലോക്കൽ ചർച്ചുകളെല്ലാം അവിടെ കൂട്ടി നിർത്തി അതിന് മുകളിൽ ഇരിക്കാൻ ഒരാളിനെ ദൈവം ഉദ്ദേശിച്ചിട്ടില്ല. അത് പുതിയ നിയമസഭയുടെ ക്രമീകരണമല്ല. പുതിയ നിയമസഭയിൽ ലോക്കൽ ചർച്ച് ഇൻഡിപെൻഡൻറ്റ്, അവർ സ്വതന്ത്രമായി നിൽക്കുന്ന ക്രമീകരണമാണ്. ഓരോ സഭയിലുമാണ് മൂപ്പന്മാർ. മൂപ്പന്മാർക്ക് ഒന്നിലധികം സഭ ഭരിക്കാൻ സാധിക്കുകയില്ല. എന്നാൽ മൂപ്പന്മാർക്ക് മറ്റു സഭകളൊക്കെ സഹായിക്കാൻ പറ്റും കേട്ടോ. ഞാൻ എൻ്റെ സഭയിൽ മാത്രമേ നിൽക്കുകയുള്ളൂ, ഞാൻ ആരെയും സഹായിക്കില്ല എന്നൊന്നും പറയേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് പ്രസംഗിക്കാനും ഉപദേശിക്കാനും ഒക്കെ കഴിവുള്ള ആളാണെങ്കിൽ വേറൊരു സഭയിൽ നിങ്ങളെ വിളിച്ചാൽ നിങ്ങളുടെ സഭയിൽ ആ ആഴ്ച പ്രസംഗിക്കാൻ വേറെ ആളിനെ കിട്ടുമെങ്കിൽ നിങ്ങൾ പോയി അവിടെ പ്രസംഗിക്കണം. അത് നല്ല കാര്യമാണ്. എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാൽ സഹോദര ഒന്ന് സഹായിക്കാമെന്ന് ചോദിച്ചാൽ പോയി സഹായിക്കണം. പക്ഷെങ്കിൽ നിങ്ങളെ സഭയിലെ മൂപ്പനൊന്നും ആവത്തില്ല കേട്ടോ. നിങ്ങൾ തുടർമാനമായി ഇവിടെ കുറച്ച് നാൾ പോയി എന്ന് ചോദിച്ചു കഴിയുമ്പോൾ ഞാനിപ്പോൾ രണ്ട് സഭയുടെ മൂപ്പനാണ്. അയ്യോ, അതിന് പരിപാടിയാ. അപ്പോൾ 3 സഭയിൽ പോയായിരുന്നെ 3 സഭയുടെ മൂപ്പനാകായിരുന്നു. 4 സഭയിൽ പോയായിരുന്നെങ്കിൽ 4 സഭയുടെ മൂപ്പനാകായിരുന്നു. എൻ്റെ പൊന്നെ എന്തിനാ എനിക്കെന്ന് പറയാം. 2 കാലേ ഉള്ളതുകൊണ്ട് 2 സഭയെ പറ്റുകയുള്ളൂ. പിന്നെ നമുക്ക് എന്ത് ചെയ്യണം? അങ്ങോട്ടൊരു കയ്യ്, പിന്നെ വേറെണ്ണം ഇങ്ങോട്ട് വഴി. എൻ്റെ പൊന്നെ അങ്ങനെ സാധിക്കില്ലത്. ദി എൽഡേഴ്സ് ആർ ഇൻ ദ ലോക്കൽ ചർച്ച്. സഭകളിലാണ്, തദ്ദേശിക സഭകളിലാണ് മൂപ്പന്മാർ. ആ മൂപ്പന്മാർ മറ്റ് സഭകളിലെ മൂപ്പന്മാരല്ല. അത് വളരെ വ്യക്തമായ ഒരു കാര്യമാണ്. തദ്ദേശീയ സഭകൾ മൂപ്പന്മാരെന്നത് തദ്ദേശ സഭയിലെ ഓഫീസാണ്. മൂപ്പന്മാർക്ക് ഒന്നിലധികം സഭയിലെ മൂപ്പന്മാരായിരിക്കുവാൻ കഴിയുകയില്ല. അവർ ഒരു സഭയിൽ മൂപ്പനായിരിക്കാനേ പറ്റുകയുള്ളൂ. എന്നാൽ അവരെ വിളിക്കുന്ന സ്ഥലങ്ങളിലും സഭകളിലും ഒക്കെ പോയി ശുശ്രൂഷിക്കാനായിട്ട് അവർക്ക് സാധിക്കും. പക്ഷേങ്കിൽ ഔദ്യോഗികമായിരിക്കുന്ന കപ്പാസിറ്റിയിലല്ല. പിന്നെയോ സ്നേഹത്തിൻ്റെയും സഹകരണത്തിൻ്റെയും ശുശ്രൂഷയുടെയും ആ ഒരു തലത്തിലാണ് നമുക്ക് പരസ്പരം സഹകരിച്ച് പ്രവർത്തിക്കാനായിട്ട് സാധിക്കുന്നത്. ഞാൻ ആറാമത് പറയാൻ ആഗ്രഹിക്കുന്ന കാര്യം സഭകളിലെ നേതൃത്വ ക്രമീകരണം പ്രാഥമികമായും, അത് പൂർണ്ണമായിട്ടുമല്ല, പ്രാഥമികമായും ശുശ്രൂഷയ്ക്കും വേലയ്ക്കുമുള്ള ക്രമീകരണമാണ്, അല്ലാതെ അധികാരം നടത്താനുള്ള ക്രമീകരണമല്ല. അതാണ് ഞാൻ ആറാമത് പറയാൻ ആഗ്രഹിക്കുന്നത്. സഭകളിലെ നേതൃത്വ ക്രമീകരണം പ്രാഥമികമായും ശുശ്രൂഷയ്ക്കും വേലയ്ക്കുമുള്ള ക്രമീകരണമാണ്, അല്ലാതെ അധികാരം നടത്താനുള്ള ക്രമീകരണമല്ല. എന്ന് പറഞ്ഞാൽ അധികാരമില്ല എന്നൊന്നുമില്ല ഞാൻ പറഞ്ഞത്. അതുകൊണ്ടാണ് പ്രാഥമികം എന്നുള്ളതായിരിക്കുന്ന വാക്ക് ഞാൻ ഉപയോഗിച്ചത്.
എൻ്റെ പൊന്നു സഹോദരങ്ങളെ, കർത്താവ് പറഞ്ഞ വാക്കുകളെ നമ്മൾ വീണ്ടും വളരെ ഗൗരവമായിട്ട് എടുക്കണം. നിങ്ങളുടെ ഇടയിൽ ബാക്കി എന്താ? അങ്ങനെയല്ല. അങ്ങനെയാണോ? കർത്താവ് പറഞ്ഞ കേൾക്കുന്നുണ്ടോ? നിങ്ങളുടെ ഇടയിൽ അങ്ങനെ അല്ല. അങ്ങനല്ല, ഞങ്ങളുടെ ഇടയിൽ അങ്ങനല്ല. കർത്താവ് പറഞ്ഞ പോലല്ല. എൻ്റെ ജാതികളുടെ ഇടയിലുള്ള അധികാര പരിപാടിയും നേതൃത്വവുമാണ് ഇന്ന് പല സഹോദരന്മാരും അനുകരിക്കുന്ന അധികാര പരിപാടി എന്ന് പറയുന്നത്. അതാ അവർ ജാതികളുടെ ഇടയിൽ. ജാതികളെന്താ ചെയ്യുന്നത്? ജോഷി സഹോദരൻ പറഞ്ഞാട്ടെ, ജാതികളെന്താ ചെയ്യുന്നത്? അവരെ അധികാരികളായിരുന്നവർ എന്ത് ചെയ്യുന്നു? കർത്തൃത്വം നടത്തുന്നു. പറഞ്ഞാൽ കേട്ടേ പോണെന്ന് പറയും. അത് വേറെ കാര്യം. പിണറായി വിജയനുണ്ടെന്ന് പറഞ്ഞാട്ടെ, സാറേ തോറ്റുപോയല്ലോ, 18 ഒരു സീറ്റേ കിട്ടിയുള്ളല്ലോ, പോടാപുറത്ത് പോയി പണി നോക്കാൻ പറയും. പക്ഷെ നമുക്കത് പറ്റിയല്ല. നിങ്ങളിടയിൽ അങ്ങനെയല്ല. ചിലപ്പോൾ ഒക്കെ പറയേണ്ടി വരും കേട്ടോ, അധികാരം ഇല്ലയെന്ന് ഞാൻ പറഞ്ഞില്ല. എന്നാൽ ശുശ്രൂഷകൾക്ക് നിങ്ങളുടെ വലിയവനാകാൻ ആഗ്രഹിക്കുന്നയാൾ നിങ്ങളുടെ എല്ലാവരുടെയും ദാസനാകണം. നമ്മൾ അവസരങ്ങൾ അന്വേഷിക്കുന്നത് എന്തിനു വേണ്ടിയാണ്? ശുശ്രൂഷകൾക്ക് വേണ്ടിയാണോ? അധികാരത്തിന് വേണ്ടിയാണോ? പ്രവർത്തനങ്ങൾ, എനിക്ക് ഇന്ന സേവ പ്രവർത്തിക്കണം, എന്തിനാ? അവിടെയുള്ള സഹോദരന്മാരെ എനിക്ക് എങ്ങനെയെങ്കിലും സഹായിക്കണം, എന്തെങ്കിലും ഒരു ശുശ്രൂഷ ചെയ്ത് അവർക്ക് ആത്മീയ വർധന വരുവാൻ എൻ്റെ പ്രവർത്തന നിമിത്തം കാരണമാണ്. അതാണോ? അല്ലല്ലേ? എനിക്കവിടെ നേതാവാകണമെന്ന് അവിടെ കൂടെ ഒരു സഭ കൂടെ എനിക്ക് കിട്ടിയെന്ന്. അത് നല്ല പണിയാന്നല്ലോ. നിങ്ങളുടെ ഇടയിൽ അങ്ങനെയല്ല. എന്നെ നിങ്ങൾ വിളിച്ചാൽ ഞാൻ നിങ്ങളെ ഭരിക്കാൻ വരില്ല. ഞാനത് ദൈവസേനയിൽ തീരുമാനിച്ചുള്ള തീരുമാനമാണ്. നിങ്ങളെന്നെ വിളിച്ചാൽ ഞാൻ നിങ്ങളെ ഭരിക്കാൻ വരികയില്ല. നിങ്ങളെനിക്ക് തരുന്ന അവസരമനുസരിച്ച് ദൈവത്തിൻ്റെ വചനത്തിൽ നിന്ന് എനിക്ക് ലഭിച്ചതായ സന്ദേശങ്ങളും കാഴ്ചപ്പാടുകളും ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കാം. അതാണ് എന്നെ ദൈവം ഏൽപ്പിച്ചിരിക്കുന്ന കാര്യം. ശുശ്രൂഷയ്ക്കുള്ള അവസരമാണ്. നിങ്ങളെ വിളിച്ചു വരുത്തി നിങ്ങളുടെ മേൽ അധികാരം നടത്താനല്ല. ദൈവത്തിൻ്റെ വചനത്തിൽ നിന്ന് ദൈവം നമ്മളോട് പറഞ്ഞ കാര്യങ്ങൾ നിങ്ങളുമായി പങ്കുവയ്ക്കുക എന്നതാണ് ഉദ്ദേശ്യം, അല്ലാതെ അധികാരം നടത്താനല്ല കേട്ടോ. എനിക്ക് വളരെ രസകരമായി തോന്നിയൊരു കാര്യമുണ്ട്. കർത്താവായ യേശുക്രിസ്തുവിനെ തള്ളിപ്പറയുന്ന ക്രൂശിക്കാനായിട്ട് കൊണ്ടുപോകുന്ന ദിവസം, അതിൻ്റെ തലേ രാത്രിയിൽ ശിഷ്യന്മാരുടെ മധ്യത്തിലൊരു വലിയ കുശുകുശുപ്പ്. ആ കുശുകുശുപ്പ് എന്താണെന്ന് ചോദിച്ചാൽ, നമ്മുടെ കർത്താവ് മരിക്കുമെന്നൊക്കെ പറയുന്നു. എന്താകും? കർത്താവ് മരിക്കുമോ? അതാണോ ചർച്ച? ആണോ? അല്ലെന്നേ. എന്തായാലും അറിയോ, നമ്മളുടെ മധ്യത്തിൽ വലിയവനാരാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ വലിയവനാണെന്നൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മത്സരിക്കുമ്പം നമ്മൾ അത്ര മോശക്കാരെന്നല്ലോ കേട്ടോ. ശിഷ്യന്മാരും അങ്ങനെയൊക്കെ ചോദിച്ചതാണ്. എന്നൊക്കെ ചോദിച്ചത്. നമ്മളുടെ മധ്യത്തിൽ വലിയവനാരാന്ന്. കർത്താവ് മരിക്കുകയൊക്കെ ചെയ്യട്ടെ അങ്ങനെയൊക്കെ പറയുന്നതൊക്കെയുണ്ട്, ഞങ്ങൾ കേൾക്കുന്നതൊക്കെയുണ്ട്. അതൊക്കെ അവിടെ കിടക്കും. പക്ഷെ നമ്മുടെ ചോദ്യം എന്തുവാ? നമ്മളുടെ മധ്യത്തിൽ വലിയവനാരാണ്? പക്ഷെങ്കിൽ അത്ഭുതകരമായ കാര്യം അപ്പോസ്തല പ്രവൃത്തി 1-ാമത്തെ അധ്യായം 28-ാം അധ്യായം വരെ ആ ചോദ്യം ഒരിടത്തും ഉയർന്നിട്ടില്ല. അപ്പോസ്തല പ്രവൃത്തി 1-ാമത്തെ അധ്യായം മുതൽ 28-ാം അധ്യായം വരെ ആ ചോദ്യം ഒരിക്കലും പിന്നീട് ഉയർന്നിട്ടില്ല. ഞങ്ങളുടെ മധ്യത്തിൽ വലിയവൻ ആരാണ്? അവരുടെ കർത്താവ് ക്രൂശിൽ പിടഞ്ഞു മരിക്കുന്നത് അവർ കണ്ടു. മരണത്തെ പരാജയപ്പെടുത്തി 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റത് അവർ കണ്ടു. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഹൃദയങ്ങളിലേക്ക് വന്നു. പിന്നെ ഒരിക്കലും അവർ ചോദിച്ചിട്ടില്ല, ഞങ്ങളിൽ വലിയവൻ ആരാണ്? അതാണ് എൻ്റെ പൊന്നു സഹോദരങ്ങളെ, നമ്മളുടെ ഹൃദയങ്ങളിലും ജീവിതങ്ങളിലും വരേണ്ട രൂപാന്തരം അതാണ്. നമ്മളുടെ ചോദ്യം, നമ്മുടെ നോട്ടം നമ്മുടെ കർത്താവിലേക്ക് തിരിഞ്ഞ് കർത്താവിൻ്റെ ക്രൂശ്, തൻ്റെ മരണം, തൻ്റെ പുനരുത്ഥാനം, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ നിയന്ത്രണം, ഇതൊക്കെ നമ്മളുടെ ജീവിതങ്ങളിലേക്ക് വരുമ്പോൾ നമ്മളുടെ ചോദ്യം വ്യത്യാസപ്പെടും. അങ്ങനെ വ്യത്യാസപ്പെടണം. അതാണ് ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. നിങ്ങൾ വലിയവനാകാൻ ഇച്ഛിക്കുന്നവൻ
എല്ലാവരുടെയും ദാസനാകട്ടെ. അപ്പോൾ തന്നെ പൗലോസൊക്കെ പറയുമ്പോൾ പറയും, സഹോദരന്മാരെ, ഞാൻ നിങ്ങളുടെ ഇടയിൽ അധികാരം നടത്തുന്ന ഒരാളായിട്ടല്ല, യഥാർത്ഥ അപ്പോസ്തലൻ നിങ്ങളുടെ മധ്യത്തിൽ നിങ്ങളുടെ ശുശ്രൂഷകനായിട്ട് നിങ്ങളെ വല്ല വിധേനയും ക്രിസ്തു എന്ന ഏകപുരുഷന് നിർമ്മല കന്യകയായി വിവാഹ നിശ്ചയം ചെയ്യണം എന്നുള്ള ആ തീവ്രമായ ആഗ്രഹത്തോടുകൂടെ കഷ്ടപ്പെട്ടും ഈ കൈകൊണ്ട് അധ്വാനിച്ചും ഉറക്കളച്ചും ബുദ്ധിമുട്ടിയും നിങ്ങളുടെ ഇടയിൽ പ്രവർത്തിച്ചിരിക്കുന്നത് നിങ്ങൾക്കറിയാം. അതാണ് അപ്പോസ്തലനായ പൗലോസ് പറയുന്ന കാര്യം. വേല എന്താണ് എൻ്റെ പൊന്നു സഹോദരന്മാരെ? എന്താണ് വേല? ദൈവത്തിൻ്റെ ശുശ്രൂഷ എന്താണ്? ഇത് ആള് കളിക്കാനുള്ള പരിപാടിയാണോ? ഇത് നേതൃത്വം പിടിച്ചെടുക്കാനുള്ള പരിപാടിയാണോ? അതോ കർത്താവിനും സഭയ്ക്കും വേണ്ടി ദൈവം നമ്മളെ ഏൽപ്പിച്ച എളിയ ശുശ്രൂഷകൾ വിശ്വസ്തയോടെ, വിനയത്തോടെ, താഴ്മയോടുകൂടെ നിവർത്തിച്ച് കർത്താവിൻ്റെ നാളിൽ നല്ലവനും വിശ്വസ്തനുമായ ദാസനെ, നീ അല്പത്തിൽ വിശ്വസ്തനായിരുന്നു, ഞാൻ നിന്നെ അധികത്തിന് വിചാരകനാക്കും എന്ന സാക്ഷ്യമല്ലേ നമുക്ക് കേൾക്കേണ്ടത്? അതല്ലേ നമ്മുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യം? അതല്ലേ, അതിനായിട്ടല്ലേ ദൈവം നമ്മളെ വിളിച്ചാക്കിയത്? അപ്പം അതുകൊണ്ട് സഭകളുടെ നേതൃത്വം, ശുശ്രൂഷകൾ, ഇതൊക്കെ മനുഷ്യരുടെ നന്മയ്ക്കായി, അവരുടെ പ്രയോജനത്തിനായി ദൈവം നമുക്ക് തന്ന കഴിവുകളെ ഉപയോഗിക്കുവാനുള്ള അവസരങ്ങളാണ്. ശുശ്രൂഷയാണ്, സേവനമാണ്, മനുഷ്യരുടെ നന്മയാണ്, ദൈവനാമ മഹത്വമാണ് നമ്മളെ ലക്ഷ്യം. ആ നിലയിൽ നമ്മൾ രൂപാന്തരപ്പെട്ടേ മതിയാകുകയുള്ളൂ. അങ്ങനെയുള്ള ശുശ്രൂഷകളെ മാത്രമേ ദൈവം സ്വീകരിക്കുകയുള്ളൂ. അത് മാത്രമേ സ്വീകരിക്കുകയുള്ളൂ. മറ്റേതൊക്കെ വെറും വലിയ അവസാനം കർത്താവിൻ്റെ പരിശോധനയിൽ വരുമ്പോൾ വലിയ വലിയ തുറുപോലെയുള്ള പ്രവർത്തനമാണെന്ന് പറഞ്ഞിരിക്കുക. തീ കൊണ്ട് ശോധന ചെയ്യും, തീ കൊണ്ട് ശോധന ചെയ്യും. തീ വന്നു കഴിഞ്ഞപ്പോൾ ആകെപ്പാടെ കത്തി, ഒരു വലിയ കച്ചിത്തുറ് കത്തിച്ച് എത്ര കിട്ടും? ചാരം ഒരു ഒരു കൊട്ടയ്ക്കകത്ത് പാരാ ആ സാധനം, അത്രേ ഉള്ളൂ. മുഴുവൻ കത്തിപ്പോയി. നിങ്ങൾക്ക് ആഗ്രഹമില്ലേ ദൈവം നമ്മളെ വേലകളെ വിലയിരുത്തുന്ന ദിവസത്തിൽ നാം ധൈര്യത്തോടെ നിൽക്കണം എന്നീ ആഗ്രഹം നമുക്കില്ലേ? അത് നമ്മുടെ ലക്ഷ്യമല്ലേ? എന്തെങ്കിലുമൊക്കെ ചെയ്ത്, എൻ്റെ പൊന്നു സഹോദരങ്ങളെ, നമ്മൾ കർത്താവിനോട് കടപ്പെട്ടവരാണ്. ദൈവത്തിൻ്റെ വേല ദൈവമാണ് നമ്മളെ പരമേൽപ്പിച്ചത്. അതുകൊണ്ട് ദൈവഹിതപ്രകാരം അത് ചെയ്യുവാനുള്ള ബാധ്യത നമുക്കുണ്ട്. നമ്മൾ ഭയപ്പെടുവാൻ ആവശ്യമായിരിക്കുന്നു. ഇത് കളിയല്ല, ദൈവം നമ്മളെ ഏൽപ്പിച്ച വേലയാണ്. ദൈവം നമ്മളോട് കണക്ക് ചോദിക്കും. ആ ഒരു ബോധ്യം നമുക്ക് വേണം. എന്നെ ഏൽപ്പിച്ച ശുശ്രൂഷയും കർത്താവിന് വേണ്ടി ഞാൻ നടത്തുന്ന സാക്ഷ്യവും നിവർത്തിക്കണം എന്നേ എനിക്കുള്ളൂ. അത് പൗലോസിൻ്റെ വാക്കുകളാണ്. എന്താ നമ്മുടെ ലക്ഷ്യം? എന്താ ലക്ഷ്യം? നമ്മളെ ഏൽപ്പിച്ച ശുശ്രൂഷയും കർത്താവായ യേശു ക്രിസ്തുവിന് വേണ്ടി സാക്ഷ്യം പറയുവാൻ കർത്താവ് തന്ന അവസരവും വല്ല വിധേയനെയും വിശ്വസ്തയോടെ നിവർത്തിക്കണം എന്ന താല്പര്യമാണോ നമുക്കുള്ളത്? താല്പര്യങ്ങൾ മാറിപ്പോയി, ലക്ഷ്യങ്ങൾ തെറ്റിപ്പോയി, ആഗ്രഹങ്ങൾ വ്യത്യാസപ്പെട്ടു. അത് നമ്മുടെ പ്രശ്നമാണ്. നമ്മൾ മടങ്ങി വരുവാൻ ആവശ്യമായിരിക്കുന്നു, വിനയപ്പെടുവാൻ ആവശ്യമായിരിക്കുന്നു. ദൈവം നമ്മളെ ഏൽപ്പിച്ച വേലകൾ ദൈവകൃപയിൽ ആശ്രയിച്ച് ഭയത്തോടും ഭക്തിയോടും ചെയ്യുവാൻ നമുക്ക് ആവശ്യമായിരിക്കുന്നു. അതാണ് ദൈവത്തിൻ്റെ വചനം നമ്മളോട് പറയുന്നത്. ദൈവം തന്ന ശുശ്രൂഷ ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ വേണ്ടിയാണ്. കർത്താവിന് കണക്ക് കൊടുക്കണം എന്നുള്ള ബോധ്യത്തോടു കൂടെയാണ്. ദൈവത്തെ ഭയപ്പെട്ടാണ്, ദൈവജനത്തിന് നന്മയ്ക്കായിട്ടാണ്, ദൈവനാമ മഹത്വത്തിനായിട്ടാണ്. അതാണ് നമ്മുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത്. അപ്പം ആ ഒരു കാഴ്ചപ്പാട് എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ആശയാണ്. എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ
ആ ഒരു സമർപ്പണം ഈ നാളുകളിൽ ആവശ്യമാണ്. നമ്മളത് വിട്ടുകളഞ്ഞു. ആ ഒരു കാഴ്ചപ്പാട് പലപ്പോഴും നമുക്കില്ല. നമ്മൾ ആരാണ് വലിയവൻ, ആര് പറഞ്ഞാലാണ് കേൾക്കുന്നത്, അതൊക്കെയാ ചോദ്യം. ആ ചോദ്യമല്ല കേട്ടോ. അവസാനം ചരിത്രത്തിലാണ്, ബൈബിളിലതില്ല എങ്കിലും ഏറ്റവും വലിയ ആളാണെന്ന് പറഞ്ഞിരുന്ന പത്രോസ്, കർത്താവ് അവസാനം തന്നെ ക്രൂശിക്കാനായിട്ട് കൊണ്ടുപോകുമ്പോൾ പറഞ്ഞു, കർത്താവിനെ ക്രൂശിച്ച പോലെ നിങ്ങളെന്നെ ക്രൂശിക്കരുത്. കർത്താവിൻ്റെ പാദപീഠം ഞാൻ ചുംബിക്കട്ടെ, നിങ്ങളെന്നെ തലകീഴായിട്ട് ക്രൂശിച്ചാൽ മതി. ശരിയാണെന്ന് നമുക്കറിയില്ല, എങ്ങനെയാണ് ചരിത്രം പറയുന്നത്. ദൈവമക്കൾ എങ്ങനെയാണ് തങ്ങളുടെ ശുശ്രൂഷകൾ നിവർത്തിച്ചത്, എങ്ങനെയാണ് അവിടെ ശുശ്രൂഷകൾ അവസാനിപ്പിച്ചത്? ദൈവം അവരെ ഏൽപ്പിച്ച വേല വിശ്വസ്തയോടെ നിവർത്തിക്കണം എന്നൊരാഗ്രഹം മാത്രമേ അവർക്കുണ്ടായിരുന്നുള്ളൂ. ആശയം നമ്മുടെ ഹൃദയങ്ങളിൽ ദൈവം ശക്തമായിട്ട് തരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. എന്നിട്ട് ഏഴാമത് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന കാര്യം, സഭയുടെ സുവിശേഷവൽക്കരണ പ്രവർത്തനത്തിൽ കൂടുതൽ സ്വാതന്ത്ര്യം പുതിയ നിയമം നമുക്ക് അനുവദിക്കുന്നുണ്ട്. ഒരു പ്രത്യേക മാതൃകയിൽ മാത്രം അത് ഒതുക്കി വെച്ചിട്ടില്ല. ചില മാതൃകകളും ചില രീതികളും അതിന് പ്രാധാന്യമുണ്ട് എന്നുള്ളത് ശരിയാണ്. എന്നാൽ സഭയുടെ സുവിശേഷവൽക്കരണ പ്രവർത്തനം നമ്മൾ അപ്പോസ്തല പ്രവൃത്തികൾ വായിക്കുമ്പോൾ കാണാൻ സാധിക്കുന്ന ഒരു പ്രത്യേക രീതിയിൽ മാത്രമേ നടത്താൻ പറ്റുള്ളൂ എന്ന ഒരു നിർബന്ധം പുതിയ നിയമത്തിനില്ല. വാച്ച്മെനി തൻ്റെ പുസ്തകത്തിൽ നോർമൽ ക്രിസ്ത്യൻ ചർച്ച് എന്ന് പറയുന്ന പുസ്തകത്തിൽ പറയുന്ന പ്രസ്താവന അപകടകരമായ പ്രസ്താവനയാണ്. നമ്മുടെ ചില സഹോദരന്മാർ അതേറ്റ് പറയുന്നുണ്ട്. അത് വളരെ അപകടകരമായ പ്രസ്താവനയാണ്. അത് സഭയുടെ പ്രാദേശികമായ വേല ദൈവസഭയെയും മൂപ്പന്മാരെയുമാണ് ഏൽപ്പിച്ചിരിക്കുന്നത്. എന്നാൽ ബാഹ്യമായിരിക്കുന്ന വേല മിഷണറിമാരെ അല്ലെങ്കിൽ അപ്പസ്തലന്മാരെയാണ് ഏൽപ്പിച്ചിരിക്കുന്നത്. അതാണ് അദ്ദേഹത്തിൻ്റെ പ്രസ്താവന. The work of the church is entrusted with the church and its elders, but the mission work is entrusted with the missionary. മിഷൻ വർക്ക് എന്ന് പറയുന്നത് മിഷണറിയുടെ ജോലിയാണ്. സഭയുടെ ആന്തരികമായിരിക്കുന്ന പ്രവർത്തനങ്ങളെല്ലാം എന്ന് പറയുന്നത് സഭ മൂപ്പന്മാരുടെയും സഭയുടെയും പ്രവർത്തനമാണ്. പക്ഷേ മിഷൻ വർക്ക് എന്ന് പറയുന്നത് മിഷണറിയുടെ ജോലിയാണ്. ഇറ്റ് ഈസ് എ ഡേഞ്ചറസ്, ആൻറ്റി ബിബ്ലിക്കൽ ആൻഡ് നമ്മൾ പൂർണ്ണ ദ്വേഷത്തോടെ ദ്വേഷിക്കേണ്ട ഒരാശയമാണ്. അത് നമുക്കൊരിക്കലും സ്വീകാര്യമായ ഒരാശയമല്ല. കാരണം ദൈവത്തിൻ്റെ വേല പരമേൽപ്പിച്ചിരിക്കുന്നത് ദൈവസഭയാണ്. ആ ആശയം നമുക്ക് വളരെ പ്രിയപ്പെട്ട ആശയമാണ്, വചനത്തിൻ്റെ ആശയമാണ്. ദൈവസഭയെയാണ് ദൈവത്തിൻ്റെ വേല ഏൽപ്പിച്ചിരിക്കുന്നത്. ആ ആശയം നമുക്ക് ഒരിക്കലും വിട്ടുകളയാൻ പറ്റില്ല. ഇപ്പം സഭയെ മാറ്റി നിർദ്ദേശിച്ചപ്പോൾ വേല ആരുടെയാ? വേല മിഷണറിയാണെന്ന്. സഭ എന്ത് ചെയ്യണം? ആ വേല കണ്ടു നിന്നോണമെന്ന്. അതങ്ങ് മനസ്സിരിക്കട്ടെ. വേല ദൈവത്തിൻ്റെ വേല ചെയ്യുന്നത് ദൈവത്തിൻ്റെ സഭയാണ്. വേല പരമേൽപ്പിച്ചിരിക്കുന്നത് ദൈവത്തിൻ്റെ സഭയാണ്. അത് ബാഹ്യമായിക്കൊള്ളട്ടെ ആന്തരികമായിക്കൊള്ളട്ടെ, അത് ദൈവത്തിൻ്റെ സഭയാണ് ഏൽപ്പിച്ചിരിക്കുന്നത്. ശിഷ്യത്വം ഏൽപ്പിച്ചിരിക്കുന്ന സഭയാണ്. ലോക സുവിശേഷവൽക്കരണം അല്ലെങ്കിൽ പ്രധാന നിയോഗം ഏൽപ്പിച്ചിരിക്കുന്നത് ദൈവത്തിൻ്റെ സഭയാണ്. പിന്നെ നിയോഗം ലഭിച്ച ആളുകൾ സുവിശേഷ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി വെളിയിലൊക്കെ പോകണം. അത് നമ്മൾ സ്വീകരിക്കുന്ന കാര്യമാണ്. പക്ഷെങ്കിൽ
ഒരു സഭയിൽ നിന്ന് ഒരാളിനെ വെളിയിലേക്ക് വിട്ട് കഴിഞ്ഞാൽ അദ്ദേഹത്തിന് മാത്രമേ വേല ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ ബാക്കിയുള്ളവരൊക്കെ എന്ത് ചെയ്യണം? അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും കാശ് കൊടുക്കുകയും നോക്കിയിരിക്കുകയും ചെയ്യണമെന്ന്. അങ്ങനെ ഒരു ക്രമീകരണമില്ല കേട്ടോ, അങ്ങനെ ഒരു ക്രമീകരണമില്ല. സ്തേഫാനോസ് ആരായിരുന്നു? മേശയിൽ ശുശ്രൂഷ ചെയ്യാനായിട്ട് വേർതിരിക്കപ്പെട്ടയാളാണ്. അദ്ദേഹത്തിന് സൂചന വേല ചെയ്യാൻ പറ്റുമോ? മിഷണറി വർക്ക് ചെയ്യാൻ പറ്റുമോ? പറ്റൂ. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ജ്ഞാനവും നിറഞ്ഞ സ്തേഫാനോസ് എഴുന്നേറ്റ് നിന്നു. അവൻ്റെ മുഖം ഒരു ദൈവത്തിൻ്റെ ദൂതനെ പോലെ പ്രകാശിച്ചു. അവന് തന്നെ എതിർക്കുന്ന ആളുകളുടെ മുൻപിൽ നിന്ന് പറഞ്ഞ, സഹോദരന്മാരും പിതാക്കന്മാരുമായുള്ളവരെ, എനിക്കിന്ന് നിങ്ങളോട് പറയാനുള്ള കാര്യം കേട്ടോളാൻ പറഞ്ഞു. ഒരുപക്ഷേ ക്രിസ്തീയ ചരിത്രത്തിൽ കർത്താവിൻ്റെ പ്രസംഗം കഴിഞ്ഞാൽ ഏറ്റവും പ്രാഗൽഭ്യമേറിയ പ്രസംഗം സ്തേഫാനോസിൻ്റെ പ്രസംഗമാണ്. അപ്പോസ്തലപ്രവൃത്തി 7-ാമത്തെ അധ്യായത്തിൽ അത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അയ്യോ, അദ്ദേഹം അപ്പോസ്തലനല്ലോ, അദ്ദേഹം മേശയിൽ ശുശ്രൂഷ ചെയ്യുന്ന ആളാണല്ലോ, ഇങ്ങനെയൊക്കെ പ്രസംഗിക്കാനുള്ള അനുവാദമുണ്ടോ? ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ ഹൃദയത്തിലും നമ്മുടെ ജീവിതങ്ങളിലും വരുമ്പോൾ ദൈവം ആവശ്യപ്പെടുന്ന ശുശ്രൂഷകൾ ചെയ്യുവാൻ ദൈവം നമ്മളെ പ്രാപ്തിപ്പെടുത്തുന്നു എന്നാണ് ദൈവത്തിൻ്റെ വചനം പറയുന്നത്. ഒരു എളിയ സഹോദരൻ എഴുന്നേറ്റ് നിന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൽ നിയന്ത്രിക്കപ്പെട്ട് ആളുകളോട് സുവിശേഷം പറയുന്നു, ആളുകൾ വിശ്വസിക്കുന്നു. അത് ദൈവത്തിൻ്റെ വചനത്തിൻ്റെ രീതിയാണ് കേട്ടോ. ഫിലിപ്പോസും ഈ മേശയിൽ സ്തേഫാനോസിൻ്റെ അടുത്ത് നിന്ന് പുള്ളി അപ്പമെടുത്ത് കൊടുക്കുമ്പോൾ അത് ഒരു കൈ കൊണ്ട് വാങ്ങിച്ച് വേറെ ഒരാളിന് കൊടുക്കുന്നയാളാണ് ഫിലിപ്പോസ്. അദ്ദേഹവും മേശയിൽ ശുശ്രൂഷ ചെയ്യുന്നയാളാ. പക്ഷേങ്കിൽ അദ്ദേഹം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ നിയോഗിക്കപ്പെട്ട് ശമരിയിലേക്ക് ചെന്നു. അത്ഭുതങ്ങളും അടയാളങ്ങളും ചെയ്തു. അവൻ ചെയ്ത അത്ഭുതങ്ങളും അടയാളങ്ങളും ഒക്കെ കണ്ട് ശമരിയിലുള്ള ആളുകളൊക്കെ നടുങ്ങി. സുവിശേഷവും കർത്താവായ യേശുക്രിസ്തുവിലും വിശ്വസിച്ചു, സ്നാനപ്പെട്ടു. പിന്നെയാണ് അപ്പോസ്തലന്മാർ അങ്ങോട്ട് പോകുന്നത്. അവിടെ വേല ചെയ്യാനായിട്ട് ഒരു രീതിയേ ഉള്ളൂ, അങ്ങനെ വേണം പ്രവർത്തിക്കാൻ, മറ്റൊരു രീതിയിലും വേല ചെയ്യാൻ പറ്റില്ല എന്ന് പറയുന്ന കാര്യം ശരിയല്ല. ഒരു പൊതുവായ പ്രമാണത്തിൻ്റെ അടിസ്ഥാനത്തിൽ ദൈവവേലയെ നമുക്ക് വിശാലമായി പറയാൻ പറ്റും. ദൈവത്തിൻ്റെ വേല ദൈവത്തിൻ്റെ സഭയെ പരമേൽപ്പിച്ചിരിക്കുന്നു. ദൈവമക്കൾ ദൈവകൃപയിൽ ആശ്രയിച്ച് ദൈവത്തിൻ്റെ വേല ചെയ്യുവാൻ യോഗ്യരാണ് എന്ന പ്രസ്താവനയിൽ നമുക്ക് ആ വിശാലമായ പ്രസ്താവനയിൽ ദൈവവേലയെ നമുക്ക് പറയാൻ പറ്റും. ദൈവത്തിൻ്റെ വേല ഏൽപ്പിച്ചിരിക്കുന്നത് ദൈവത്തിൻ്റെ സഭയെയാണ്. ദൈവത്തിൻ്റെ സഭയിലുള്ള ദൈവമക്കൾ ദൈവകൃപയിൽ ആശ്രയിച്ച് ദൈവം അവർ കൊടുക്കുന്ന ശുശ്രൂഷകൾ അവർ നിവർത്തിക്കുന്നു. ചില ആളുകൾക്ക് പ്രത്യേകമായ ശുശ്രൂഷകളും വരങ്ങളും ഒക്കെ ദൈവം കൊടുക്കുന്നത് കൊണ്ട് ചില പ്രത്യേക നിലയിലൊക്കെ പ്രവർത്തിക്കാനായിട്ട് അവർക്ക് സാധിക്കും. മിഷണറിമാരെ അയക്കുക എന്ന് പറയുന്നത് വളരെ ആവശ്യമായിരിക്കുന്ന കാര്യമാണ്. എന്നാൽ മിഷണറിമാർക്ക് മാത്രം ആ വേല, മിഷണറിമാർക്ക് മാത്രം ആ സഭാസ്ഥാപനത്തിലുള്ള അവകാശം എന്ന് പറഞ്ഞാൽ നമ്മളുടെ സഭകളുടെ ചരിത്രം തന്നെ അതിനെതിരാകും കേട്ടോ. മിഷണറിമാരെ സ്ഥാപിച്ച എത്ര സഭയുണ്ട്? മിഷണറിമാരെന്ന് അവകാശപ്പെടുന്ന ആൾ സ്ഥാപിച്ച എത്ര സഭയുണ്ട്? വളരെ ചുരുക്കം സഭകളേ ഉള്ളൂ. മറ്റ് സഭകളൊക്കെ സ്ഥാപിച്ചു എന്ന് പറയുന്നത് സുവിശേഷം കേട്ട് രക്ഷിക്കപ്പെട്ട ദൈവമക്കൾ ഒരു സ്ഥലത്തു നിന്ന് വേറെ സ്ഥലത്തോട്ട് പോയി അവരവിടെയുള്ള ആൾക്കാരോടൊക്കെ സുവിശേഷം പറഞ്ഞു, അവിടെയുള്ള ആൾക്കാരൊക്കെ രക്ഷിക്കപ്പെട്ടു. ഉടനെ അവർ പോരുന്ന സഭയിലുള്ള ഭൂപ്പന്മാരോടൊക്കെ പറഞ്ഞു, എൻ്റെ സാറന്മാരെ, എൻ്റെ അച്ചായന്മാരെ, നമ്മളിവിടെ ഒരു വലിയ വിശ്വാസികളുടെ കുറേ ആൾക്കാർ വിശ്വാസത്തിലേക്ക് വന്നിട്ടുണ്ട്, നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമുക്കൊരു സഭ തുടങ്ങിക്കളയാം. അവിടെ ഒരു സഭ തുടങ്ങൂ. അങ്ങനെയല്ലേ സഭ ഉണ്ടായത്? വിശ്വാസികൾക്ക് എല്ലാവർക്കുമുണ്ട് അങ്ങനെ ബാധ്യതയുണ്ട്, ഉത്തരവാദിത്വമുണ്ട്. ഇന്നലെ ഞാൻ പറഞ്ഞൊരു പ്രസ്താവന ഞാൻ വീണ്ടും പറയാം. ദ വൺ ഹൂ ഹാസ് ക്രൈസ്റ്റ് ഈസ് എ മിഷനറി ആൻഡ് ദ വൺ ഹൂ ഡസ് നോട്ട് ഹാവ് ക്രൈസ്റ്റ് ഈസ് ദ മിഷൻ ഫീൽഡ്. കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഒരാൾ മിഷനറിയും വിശ്വസിക്കാത്തയാൾ മിഷൻ വേലസ്ഥലവുമാണ്. അതാണ് ദൈവത്തിൻ്റെ ജനറലായിട്ട് പറയുമ്പോൾ അതാ ശരി. അപ്പം അതുകൊണ്ട് ഏതെങ്കിലും ഒരു രീതി മാത്രമേ സഭ തുടങ്ങാൻ പറ്റുള്ളൂ എന്ന് പറയുന്ന രീതി അത് സ്വീകാര്യമല്ല. അങ്ങനെയാണെങ്കിൽ നമ്മുടെ സഭയുടെ വളർച്ച കുറയാനുള്ള ഒരു കാരണം അതാ കേട്ടോ. ഞാൻ അടുത്ത പ്രസ്താവനയോട് പറയുമ്പോൾ ഞാൻ പറഞ്ഞോളാം. നമ്മുടെ സഭകളുടെ ആരംഭത്തെക്കുറിച്ച് അതിലേക്കൊരു തിരിഞ്ഞു നോട്ടം ഞാൻ നടത്താൻ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പം ഞാനത് ബാക്കി കാര്യം ഞാൻ പറഞ്ഞോളാം.
അപ്പോൾ ഇത് പറഞ്ഞ് ഞാൻ ആദ്യത്തെ സെഷൻ അവസാനിപ്പിക്കുകയാണ്. സഭകളുടെ സുവിശേഷ പ്രവർത്തനത്തിന് വ്യത്യസ്തമായിരിക്കുന്ന മുഖാന്തരങ്ങൾ ദൈവം ഒരുക്കിയിട്ടുണ്ട്. എന്നാൽ പ്രധാനമായും അല്ലെങ്കിൽ അതിനെ ക്രമപ്പെടുത്താനായിട്ടുള്ള രീതി എന്ന് പറയുന്നത് സഭാസ്ഥാപനത്തിന് വേണ്ടി ഐക്യപ്പെടുന്ന മിഷണറിമാരാണ് എന്നുള്ളത് ശരിയായിരിക്കുന്ന കാര്യം. എന്നാൽ അവരുടെ മാത്രമാണ് വേല എന്ന് പറഞ്ഞാൽ 99% പ്രവർത്തനത്തിനുള്ള സാധ്യതയും അവസാനിപ്പിച്ചിട്ട് ഒരു മനുഷ്യരിൽ അത് കേന്ദ്രീകരിക്കില്ലേ? വിശ്വാസികൾ എന്താ ചെയ്യുന്നത്? വിശ്വാസികൾക്ക് എല്ലാവർക്കും ദൈവത്തിൻ്റെ വേലയിൽ പങ്കും ഓഹരിയുമുണ്ട്. അവരെല്ലാവരും സുവിശേഷം പറയണം. അങ്ങനെയാണ് സഭകൾ ആരംഭിക്കുന്നത്. ചിതറിപ്പോയവർ അവിടെ സുവിശേഷം പറഞ്ഞുകൊണ്ട് സഞ്ചരിച്ചു. അതാണ് ദൈവസഭയുടെ ചരിത്രം എന്ന് പറയുന്നതാണ്. ചിതറിപ്പോയവർ അടിയൊക്കെ കൊണ്ടുവിട്ടോ അവരെ ഓടിപ്പോഞ്ഞു പോവുക. ഉടനെ ആൾ പോകുന്ന വഴിക്ക് ഒരാളുകൾ യേശുക്രിസ്തു മശികയാകട്ടോ. അപ്പോഴത്തേക്ക് ആളുകൾ പിന്നെ ഓടി യേശുക്രിസ്തു മശികയാകട്ടോ. എൻ്റെ പൊന്നെ, ചിതറിപ്പോയവർ അവിടങ്ങളിൽ വചനം പറഞ്ഞുകൊണ്ട് സഞ്ചരിച്ചു. അവർ അവസാനം അന്ത്യോക്യയിൽ വന്നു. ഒരു വലിയ ജനസമൂഹം വിശ്വസിച്ച് കർത്താവിനെ രക്ഷകനായി സ്വീകരിച്ചു. അവരെല്ലാം കൂട്ടി അന്ത്യോക്യയിൽ സഭ ആരംഭിച്ചു. അപ്പം അതുകൊണ്ട് പ്രവർത്തനത്തിന് ഉള്ള മുഖാന്തരം ഒരു വഴി മാത്രമേ ഉള്ളൂ. അങ്ങനെ പ്രവർത്തിക്കാൻ പറ്റുള്ളൂ. മിഷണറി ഇല്ലെങ്കിൽ സഭ സ്ഥാപിക്കാൻ പറ്റുകയില്ല എന്ന് പറയുന്ന ആശയം ബൈബിളിലെ ആശയമല്ല. മിഷണറി ഉള്ളത് നല്ല കാര്യമാണ്. അപ്പം മിഷണറിമാരെ കുറിച്ച് ഞാൻ തുടർന്ന് നിങ്ങളോട് പറയാം. എന്നാൽ അതൊരു ഏകപക്ഷീയമായ ഒരു പരിപാടിയല്ല എന്ന് പറഞ്ഞ് ഞാൻ എൻ്റെ 7ാമത്തെ പോയിൻ്റില്ലേ പറഞ്ഞേ? അതെ, 7 പോയിൻ്റ് പറഞ്ഞൊരു പ്രസംഗം നിർത്തുക എന്ന് പറഞ്ഞാൽ ചെറിയ കാര്യം വന്നു. പെർഫെക്റ്റ് നമ്പറല്ലേ? ശരി, ബാക്കി കാര്യങ്ങൾ ഞാൻ അടുത്ത മണിക്കൂറിൽ നിങ്ങളോട് പറയാം.